പിതാവേ, പരിശുദ്ധ പിതാവേ, അവിടുത്തെ വലിയ കൃപയാൽ 2025 ആണ്ടിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഈ സഭയുടെ 143ാമത് പ്രതിഷ്ഠാപന പെരുന്നാൾ കൊണ്ടാടുവാൻ തക്കവണ്ണം അങ്ങയുടെ ഭാഗ്യവും പദവിയും തന്ന മഹാസ്നേഹത്തിനായി നന്ദിയുടെ സ്തോത്രം ചെയ്യും. അങ്ങയുടെ ജനന മഹോത്സവം കൊണ്ടാടുന്ന ഈ സുദിനത്തിൽ കർത്താവെ, ലോകം എമ്പാടും അത് വളരെ അത്യാഹ്ലാദത്തോടെ കൊണ്ടാടി ഈ അവസരത്തിൽ അങ്ങയുടെ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന, ക്രൈസ്റ്റ് നാമത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഈ ആലയത്തിൻ്റെ പ്രതിഷ്ഠാ പെരുന്നാളും കൊണ്ടാടുവാൻ അങ്ങ് ഞങ്ങൾക്ക് ഭാഗ്യം തന്നല്ലോ. ഞങ്ങളുടെ മൊത്തമേറിയ വചനങ്ങളെ ധ്യാനിപ്പാൻ ഞങ്ങൾ ഒരുങ്ങുന്നു. വചനം പറയുന്ന ബലഹീനരായ അടിയരെയും കേൾക്കുന്ന അവിടുത്തെ മക്കൾ ഒരുപോലെ അവിടുന്ന് അനുഗ്രഹിക്കണം. അവിടെയും പറയുന്ന പ്രമാണ ആഴങ്ങളെ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ സഹായിക്കണം. തിരുവനന്തപുരത്ത് ഒരുങ്ങി വന്നിരിക്കുന്ന അവിടുത്തെ കുഞ്ഞുങ്ങളെ, മക്കളെ 10 പേരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അവരെല്ലാവരോടും അനുഗ്രഹിക്കണം. അവരുടെ മാതാപിതാക്കന്മാരെയും ജനമാതാക്കന്മാരെയും ഈ സഭയെ അനുഗ്രഹിക്കണം. വളരെ സന്തോഷത്തോടും ഉത്സാഹത്തോടും അത്യാഹ്ലാദത്തോടും ആരാധനയ്ക്ക് ശേഷം ഭവനങ്ങളിലേക്ക് മടങ്ങി പോകാൻ അങ്ങടികളെ പ്രാപ്തരാക്കണം. മഹത്വം മാത്രം എടുക്കണമേ. യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കണമേ. ആമേൻ. എല്ലാവർക്കും ഇരിക്കും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മുടെ ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠാന പെരുന്നാളിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ, നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകുന്നില്ല. ഇന്ന് 1-2 പ്രത്യേകമായ കാര്യങ്ങളും കൂടെ ഉണ്ടല്ലോ. പ്രധാനപ്പെട്ടത് പെരുന്നാൾ ശുശ്രൂഷ തന്നെയാണ്. അതിനോട് അനുബന്ധിച്ച് കുട്ടികളുടെ സ്ഥിരീകരണവും, തുടർന്ന് നമ്മൾ പണിവാൻ ആഗ്രഹിക്കുന്ന പാഴ്സനേജിൻ്റെ അധികമായിട്ട് നമ്മൾ എടുക്കുന്ന റൂമിൻ്റെ കല്ലിടിയിൽ കർമ്മവുമാണ് നമ്മൾ ചെയ്യുന്നത്. അതൊക്കെയും വളരെ അനുഗ്രഹമായി നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ വളരെ മനോഹരമായും ബലവത്തായും തീരുകയും ഇവിടെ ശുശ്രൂഷിക്കായിട്ട് വരുന്ന ദൈവദാസന്മാർ, പ്രിയപ്പെട്ട അച്ഛന്മാർ അവിടെ നിന്ന് താമസിച്ച് എത്രയും അനുഗ്രഹമായി ശുശ്രൂഷ ചെയ്യാൻ അവരെ ദൈവം സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ പെരുന്നാൾ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എത്രയും ബഹുമാന്യ അച്ഛന്മാർ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഇടവകയിൽ ശുശ്രൂഷയ്ക്ക്, പ്രത്യേകിച്ച് ശുദ്ധ സംസർഗ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന പ്രിയ റോയ് പി തോമസ് അച്ഛൻ, ഡയസിസൻ വിവിധ പാർട്ട്ണർ ബിഷപ്പ് സെക്രട്ടറി, അതുപോലെ തന്നെ ബിഷപ്പ് സെക്രട്ടറിയും ബേക്കഡയിലിൻ്റെ ഇടവകപ്പട്ടക്കാരനുമായിരിക്കുന്ന മാക്സിഞ്ഞോടച്ചൻ, കത്തീഡ്രൽ അസിസ്റ്റന്റ് വികാരിയായിരിക്കുന്ന പ്രിയപ്പെട്ട ജേക്കബച്ചൻ, അതുപോലെ തന്നെ നമ്മുടെ വികാരിയച്ഛനായിരിക്കുന്ന ഇമ്മാനുവൽ രാജച്ചൻ, പ്രിയപ്പെട്ട സാമുൽ സാറ്, വിവിധ സഭകളിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന എത്രയും ബഹുമാനരായ സഭാമക്കളെ, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട സ്ത്രീയെന്ന കുഞ്ഞുങ്ങളെ, അവരുടെ മാതാക്കന്മാരെ, ഞാനമാതാക്കന്മാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹമെന്ന്. ഇവിടെ വന്നപ്പോൾ പുഷ്പളമായ ഒരു സ്വീകരണം, അത് നമ്മുടെ CSI സഭയുടെ ഡെപ്യൂട്ടി മോഡറേറ്റർ തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ നന്ദിയായി ഉള്ള ഒരു അനുമോദനവും ലഭിക്കുകയുണ്ടായി. നൽകിയ എല്ലാ സ്വീകരണത്തിനും, അവിടുന്ന് ഉള്ള സ്വീകരണം, ഇവിടെ വന്നപ്പോഴുള്ള സ്വീകരണം, മനോഹരമായ ഷാളുകളും പൂച്ചെണ്ടുകളും ഒക്കെയും നൽകി ആദരിച്ചതിനും സ്വീകരിച്ചതിനും പ്രത്യേകമായി ഞങ്ങൾ കുടുംബമായി നന്ദി അറിയിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് അറിയാവുന്നതുപോലെ CSI സഭ ഇന്ത്യയിൽ കത്തോലിക്ക സഭ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സഭയാണ് CSI സഭ. ഔദ്യോഗികമായി 55 ലക്ഷത്തോളം സഭാ വിശ്വാസികൾ ഉണ്ട് എന്നാണ് കണക്ക്. 45 തൊട്ട് 55 ലക്ഷം എന്നാണ് പറയുക. അത് ഇന്ത്യയിൽ തെക്കൻ സംസ്ഥാനങ്ങളിൽ പ്രധാനമായും അതിൻ്റെ രൂപതകൾ ഉണ്ട്, ഡയസിസുകളുണ്ട്. കൂടാതെ സിലോണിലെ, ശ്രീലങ്കയിലെ ജാഫ്നയിലും, അതോടൊപ്പം പുതുതായി ഇന്ത്യക്ക് പുറത്തുള്ള വിദേശ രാജ്യങ്ങളിലുള്ള സഭകളെല്ലാം ഏകോപിച്ചുകൊണ്ടിരുന്നതിന് വേണ്ടി ഡയസ്പോറ ഡയസിസ് എന്ന് പറഞ്ഞൊരു ഡയസിസും കൂടെ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. പ്രവർത്തനങ്ങളൊക്കെയും ആരംഭിച്ചു വരും. പ്രത്യേകമായത്
നോർത്ത് അമേരിക്കൻ കൗൺസിലാണ് അതിന് മുൻകൈയെടുത്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ 26 ഡയോസിസുകൾ നമുക്കിപ്പോൾ നിലവിൽ ഉണ്ട്. വ്യത്യസ്തമായ ഭാഷകൾ സംസാരിക്കുന്നവർ, വ്യത്യസ്തമായ സാമൂഹിക പശ്ചാത്തലമുള്ളവർ, വ്യത്യസ്തമായ പാരമ്പര്യമുള്ളവർ, വ്യത്യസ്തമായ സഭാ പാരമ്പര്യങ്ങളിൽപ്പെട്ടവർ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് വരുന്ന ഒരേ ഒരു സഭ എന്ന് പറയുന്നത് നമ്മുടെ സഭയാണ്, CSI സഭയാണ്, ഐക്യസഭയാണ്. അതുകൊണ്ട് തന്നെ മറ്റ് സഭകളുമായിട്ട് നമുക്കിതിനെ താരതമ്യം ചെയ്യാനോ തുലനം ചെയ്യാനോ വിലയിരുത്താനോ ഒന്നും പറ്റത്തില്ല. ഇതിൻ്റേതായൊരു പ്രത്യേകതയുണ്ട്, ഒരു യുണീക്ക്നെസ് ഉണ്ട്. ഈ പ്രത്യേകത മറ്റ് ഒരു സഭയ്ക്കും അവകാശപ്പെടാൻ പറ്റുകയുമില്ല. അതുപോലെ തന്നെ ഒരു ഐക്യസഭയാണ് വടക്കേണ്ടിയിലുള്ള CNI സഭയും തീർച്ചയായും. ഈ സഭയുടെ അതിൻ്റെ ഭരണപരമായിട്ട് പറയുമ്പോൾ 4 പ്രധാനപ്പെട്ട ഓഫീസർമാരാണ് ഉള്ളത്. ഒന്ന് മോഡറേറ്റർ, ഒന്ന് ഡെപ്യൂട്ടി മോഡറേറ്റർ, അടുത്ത് ജനറൽ സെക്രട്ടറി, അടുത്ത് ട്രഷറർ. അങ്ങനെ 4 പേരാണുള്ളത്. ഇപ്പോൾ നമ്മൾ പറയുന്നതനുസരിച്ച് രണ്ടാമത്തെ സ്ഥാനം എന്ന് നമുക്ക് പറയാം. 3 വർഷമാണ് ഒരു ടേം. 2 ടേമിലേക്ക് ആൾക്കാർക്ക് അങ്ങനെ വരാം, അതിന് പ്രായം അനുവദിക്കുന്നുവെങ്കിൽ. എന്നെ സംബന്ധിച്ച് നമ്മളെല്ലാവരും അറിയുന്നത് പോലെ ഡെപ്യൂട്ടി മോഡറേറ്റർ നമുക്ക് ഇടയ്ക്ക് മോഡറേറ്റ് 67 വയസ്സായതിനാൽ പെൻഷൻ ആയിരുന്നു. അപ്പോൾ മോഡറേറ്റർ നമുക്ക് വേക്കൻ്റ് ആയിരുന്നു ഈ ഇപ്പം നടപ്പ് ടേമിൽ. ആ സ്ഥാനത്തേക്ക് അഭിനന്യ രൂപൻ മാർക്ക് തിരുമേനി അന്നത്തെ ഡെപ്യൂട്ടി മോഡറേറ്ററായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. മോഡറേറ്ററായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അപ്പോൾ ഡെപ്യൂട്ടി മോഡറേറ്റർ സ്ഥാനം വേക്കൻ്റായിട്ട് ആ സ്ഥാനത്തേക്കാണ് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടത്. അത് ഈ പീരീഡിൻ്റെ അല്ലെങ്കിൽ ടേമിൻ്റെ അവസാന ഘട്ടമാണ്. നമുക്ക് പലർക്കും അറിയാവുന്നതുപോലെ ഈ ഡിസംബർ കൊണ്ട് അത് തീരേണ്ടതാണ്. ജനുവരിയിൽ അടുത്ത സിനഡ് കൗൺസിൽ സമ്മേളനം നടക്കേണ്ടതാണ്. ആ സമ്മേളനത്തിൽ വെച്ച് അടുത്ത ടേമിലേക്കുള്ള അടുത്ത 3 വർഷത്തേക്കുള്ള അധ്യക്ഷന്മാരെ അല്ലെങ്കിൽ ഈ ഓഫീസേഴ്സിനെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത സിനഡ് കൗൺസിൽ എന്ന് പറയുന്നത് ജനുവരിയിൽ നടക്കാൻ സാധ്യതയില്ല. കാരണം ജനുവരി നടക്കണമെങ്കിൽ ഈ കഴിഞ്ഞ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അത് തീരുമാനമെടുക്കണമായിരുന്നു. ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല. ഒരുപക്ഷെ 2-3 മാസം കൂടി മുമ്പോട്ട് പോകുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് സാധാരണ പറയാം അടുത്ത ഇലക്ഷൻ വരെ, അടുത്ത സെനഡ് സമ്മേളനം വരെ, തെരഞ്ഞെടുപ്പ് സമ്മേളനം വരെ ഞാൻ ഈ ചുമതല തുടരും. വീണ്ടും എനിക്ക് അതിലേക്ക് ഡെപ്യൂട്ടി മോഡൽ സ്ഥാനത്തേക്ക് നിൽക്കാനായിട്ട് പറ്റത്തില്ല. കാരണം 3 വർഷമാണ് എൻ്റെ ടേം എന്ന് പറയുന്നത്. 3 വർഷം പെൻഷൻ ആകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ 67 വയസ്സാകുന്നതിന് മുമ്പ് ഈ ടേമിൽ ഉണ്ടായിരിക്കണം. എനിക്ക് അത്രയും തികയത്തില്ല. ഒരു 2.25 വർഷമാകുമ്പോൾ എന്ത് ചെയ്യും, എൻ്റെ പെൻഷൻ പ്രായം ആകും. അപ്പോൾ എനിക്ക് കുറച്ച് നാളും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അടുത്ത ടൈമിൽ എനിക്ക് നിൽക്കാണ്ട് ഞാനങ്ങനെ ആഗ്രഹിച്ചാലും നിൽക്കാൻ പറ്റത്തില്ല. ഇപ്പം ആഗ്രഹിക്കാത്താണ് കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം അങ്ങനെ ആഗ്രഹിച്ചാൽ എന്ത് ചെയ്തില്ല, കിട്ടത്തുമില്ല. ഇത് ഇങ്ങനെ വളരെ ഒരു പ്രത്യേക ദൈവത്തിൻ്റെ വലിയ കൃപ എന്നല്ലാതെ മറ്റൊന്നും പറയാനായിട്ടില്ല. നമുക്കറിയാം ഈ എപ്പോഴും സ്ഥാനങ്ങളിലേക്കുള്ളത് നമ്മുടെ CSIയുടെ പാരമ്പര്യം അനുസരിച്ച്, രീതി അനുസരിച്ച്, ക്രമം അനുസരിച്ച് മത്സരങ്ങളാണ്, അല്ലെങ്കിൽ ജനാധിപത്യമാണ്. ഭയങ്കരമായിട്ടുള്ള ഡെമോക്രസി ഉള്ളൊരു സഭയാണ് നമ്മുടെ സഭ. അതുകൊണ്ട് എല്ലാം തിരഞ്ഞെടുപ്പാണ്. തിരഞ്ഞെടുപ്പ് എപ്പോഴും എന്താണ്? തിരഞ്ഞെടുപ്പ് എപ്പോഴും മത്സരമാണ്. അതിപ്പോൾ എത്ര സൗഹൃദം എന്ന് പറഞ്ഞാലും എന്തെല്ലാം പറഞ്ഞാലും മത്സരം തന്നെ. ഈ ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരമില്ലായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. എൻ്റെ പേര് അഭിനന്യ റോയ്സ് മനോജ് തിരുമേനി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പറയുകയും അതിന് അഭിനന്യ തിമത്തി തിരുമേനി അത് സപ്പോർട്ട് ചെയ്യാനോട് ചേർന്ന് 3-4 ബിഷപ്പുമാരും മറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. മറ്റു പേരുകളൊന്നുമില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ സ്ഥാനത്തേക്ക് ദൈവം എന്നെ നിയോഗിച്ചത്. അവിടെ അത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു എങ്കിലും പിന്നീട് ഇതിന് അഫർമേഷൻ വോട്ട് എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. അതായത് ഈ ഇലക്ഷൻ തിരഞ്ഞെടുപ്പ് എല്ലാവരും 50% +1 അത്രയും ആൾക്കാർ അംഗീകരിക്കണം, അത് എഴുതി കൊടുക്കണം. ഞാൻ സമ്മതിച്ചിരിക്കുന്നു, എഗ്രി ചെയ്യുന്നു, എഴുതി കൊടുക്കണം. അങ്ങനെയുള്ള അഫർമേഷൻ എല്ലാം കിട്ടി. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് 67% അതിന് കിട്ടിയത്. അതുകൊണ്ട് കഴിഞ്ഞ 22-ാം തീയതി എൻ്റെ ഇൻസ്റ്റാളേഷൻ സ്ഥാനാരോഹണം ആയിരുന്നു. ചെന്നൈയിൽ ഓഫീസിൽ പോവുകയും ഇവിടെ നമ്മുടെ ഡയസൻ ഓഫീസേഴ്സ് വന്നിരുന്നു. അവിടെ അഭിനന്ദ തിരുമേനിമാർ ഉണ്ടായിരുന്നു. ആ സരസ്വമേറിയ ശുശ്രൂഷയും നടത്തപ്പെട്ടു. തുടർന്ന് 1-2 പ്രോഗ്രാമിൽ പങ്കെടുക്കാനും ഇടയായി തീർന്നു. ഇതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു കാര്യം കൂടെ സഭയുമായിട്ട് ബന്ധപ്പെടുത്തി പറയട്ടെ.
ഇതിനെക്കുറിച്ച് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യമുണ്ട്. വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ ഈ കാര്യങ്ങളൊക്കെയും പറയുമ്പോൾ ഒരിക്കൽ ഒരു അഭിനന്ദ തിരുമേനി പറഞ്ഞു, തിരുമേനി ഇങ്ങനെ നമ്മളത് നമ്മുടെ ഒരു വ്യക്തിക്ക് കിട്ടുന്നതല്ല, അത് വ്യക്തി മുഖാന്തരം വരുന്നുവെങ്കിലും അതൊരു ഡയസിസിന് കിട്ടുന്ന വളരെ വലിയൊരു അംഗീകാരമാണ്. അതുകൊണ്ട് നമ്മൾ അതിന് സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ പിന്മാറേണ്ടതില്ല എന്ന് പറയുകയുണ്ടായി. തീർച്ചയായിട്ടും അത് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ മകളെ സംബന്ധിച്ച് വളരെ ശരിയായിരുന്നു എന്ന് എനിക്ക് ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കും. എയർപോർട്ടിൽ എൻ്റെ രീതി അനുസരിച്ച് സാധാരണ ഫ്ലൈറ്റിൽ സഞ്ചരിക്കുന്ന രീതി എനിക്ക് ഇല്ല. വളരെ അത്യാവശ്യം അങ്ങനെയുള്ള സാഹചര്യം വന്നാൽ മാത്രമേ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ സാധാരണ ട്രെയിനിലോ ബസ്സിലോ ആണ് എൻ്റെ യാത്ര. കഴിഞ്ഞ 30 ചില്ലുവാനും വർഷമായിട്ട് ചെന്നൈക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉള്ളത്. ഞാൻ 89-ലാണ് അച്ഛനായത്. 89 അച്ഛനായ അന്ന് തൊട്ട് തന്നെ സെനഡിൻ്റെ ഏതെങ്കിലും കമ്മിറ്റിയിലോ മീറ്റിങ്ങിലോ അംഗമായിരുന്നു. അതുകൊണ്ട് തന്നെ പല സമയങ്ങളിലും എനിക്ക് അങ്ങോട്ട് പോകാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം ഫ്ലൈറ്റ് അങ്ങനെ സാധാരണ രീതിയിൽ ഉപയോഗിക്കാറില്ലായിരുന്നു. സാധാരണ രീതിയിലാണ് പോയിക്കൊണ്ട്. ഇങ്ങോട്ടുള്ള സാധാരണ ടിക്കറ്റ് എനിക്ക് അന്ന് കിട്ടിയില്ല, ട്രെയിൻ ടിക്കറ്റ് കിട്ടിയില്ല. എന്നാൽ ഓഫീസേഴ്സ് അത് പകരം ടിക്കറ്റ് അന്വേഷിക്കുന്ന പകരമായിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് അവർ ക്രമീകരിക്കുകയും പിറ്റേ ദിവസം എയർപോർട്ടിൽ വന്നപ്പോൾ അവിടെ വളരെ ഉജ്ജ്വലമായ ഒരു സ്വീകരണം. ഞാനത് പ്രതീക്ഷിച്ചില്ല. ജസ്റ്റ് അവിടെ വരണം, കത്തീഡ്രൽ പള്ളിയിൽ പോകണമെന്ന് പ്രാർത്ഥിക്കണം, ഓഫീസിൽ വരണം അല്ലെങ്കിൽ ബിഷപ്പ് ഓഫീസിൽ വരണം എന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. എന്നാൽ അതിനപ്പുറമായി ഞാൻ ചിന്തിച്ചതിൻ്റെ അതിൻ്റെ എത്രമാത്രം ഉയരത്തിലാണോ അതിൽ എനിക്ക് സങ്കല്പിക്കാൻ പറ്റാത്തത്ര ഉയരത്തിൽ സഭ അത് സ്വീകരിച്ചു. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, എത്ര നാളിരിക്കുന്നു എന്നുള്ളതല്ല, ഒരു ദിവസമാണെങ്കിലും ഇഷ്ടേല മഹാടിലെ അധ്യക്ഷൻ, ഞങ്ങളുടെ അധ്യക്ഷൻ ഒരു ഡെപ്യൂട്ടി മോഡറേറ്റർ ഇരുന്നു എന്ന് പറയുന്നതാണ് അതിൻ്റെ ഞങ്ങൾക്ക് കാര്യം എന്ന് പറയുകയുണ്ടായി. ഒരിക്കൽ ഒരു മൊമെൻ്റോ എനിക്ക് ഒരു പള്ളിയിൽ നിന്ന് നദിയുണ്ടായി. അതിനകത്ത് എഴുതിയിട്ടുണ്ട്, എൻ്റെ ഫോട്ടോ എല്ലാം വെച്ചിട്ട് എഴുതിയിട്ടുണ്ട്. ഞാനത് ഒന്ന് ചുമ്മാ നോക്കി അനുമോദകരെന്ന് പറഞ്ഞു. അപ്പോൾ കൂടെ വന്ന ഒരു പ്രധാനപ്പെട്ട ഒരാൾ പറഞ്ഞു, എന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതേ ഒരു വാചകം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അത് ചൂണ്ടിക്കാണിച്ചു. ഞാൻ നോക്കി മതി, ഞങ്ങളുടെ സ്വന്തം തിരുമേനിക്ക് എന്ന് എഴുതിയിരിക്കുകയാണ്. അത് അദ്ദേഹം എന്നെ ചൂണ്ടിക്കാണിച്ച്, ഞാനത് കണ്ടില്ല, ശ്രദ്ധിച്ചില്ല എന്ന് വിചാരിച്ചാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്, അനുമോദനം തന്നത്. അപ്പം ഞാനത് പറഞ്ഞത് സഭ ആ ഒരു വളരെ ഒരു സ്ഥാനലബ്ധി വളരെയധികം സ്വീകരിച്ചു, അത് കണക്കാക്കുന്നു. നമുക്ക് കിട്ടിയ നമ്മുടെ മഹാടയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു ബഹുമതിയായിട്ട് കണക്കാക്കുകയും ചെയ്തു. 1998 2000 വർഷത്തിലാണ് നമുക്ക് അഭിനന്ദ കെ ജെ സാമുവൽ തിരുമേനി ഡെപ്യൂട്ടി മോഡറേറ്റർ ആയിരുന്നു. 98 2000. ഇപ്പം 2025. കൃത്യം 4 നൂറ്റാണ്ട് 25 വർഷത്തിന് ശേഷം ഒരു ഡെപ്യൂട്ടി മോഡറേറ്ററും കൂടെ നമ്മുടെ ഡയസിൽ നിന്ന് വന്നിരിക്കുകയാണ്. അത് ഞാൻ പറഞ്ഞതല്ല. ഞാനവിടെ അന്ന് വൈകുന്നേരം അവിടെ താമസിച്ച സമയത്ത് അവിടുത്തെ സ്റ്റാഫ് അംഗങ്ങളിൽ ചിലർ വന്ന് എന്നെ കാണിച്ചു. അവിടെ ഡെപ്യൂട്ടി മോഡറേറ്റർമാരുടെ ഫോട്ടോയും അവരുടെ കാലഘട്ടവും എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം വന്ന് പറയുണ്ടായി, തിരുമേനി ഇത് യാദൃശ്യമായിട്ട് സംഭവിച്ചതല്ല, 25 വർഷത്തിന് ശേഷം നിങ്ങളുടെ ഡയസിൽ നിന്ന് നിങ്ങളുടെ ഡയസിലെ അധ്യക്ഷൻ ഒരു ഡെപ്യൂട്ടി മോഡറേറ്റർ വന്നിരിക്കുന്നു. നോക്കി, കെ ജെ സാമുവൽ തിരുമേനി 2000-ലാണ് ഡെപ്യൂട്ടി മോഡറേറ്റർ ആ സ്ഥാനം ചെയ്യുന്നത്. 98 തൊട്ട് 2000 വരെ 2 വർഷമായിരുന്നു തിരുമേനിയുടെ സ്ഥാനം. അതിനുശേഷം മോഡറേറ്ററായിട്ട് ഉയർത്തപ്പെടുകയാണ് ചെയ്തത്. തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കൃപയല്ലാതെ മറ്റൊന്നുമില്ല. നിങ്ങളോട് ചേർന്ന് ഞാനും ദൈവത്തിന് ഞങ്ങൾ കുടുംബമായി എല്ലാവിധമായ നന്ദിയും സ്തുതിസ്തോത്രങ്ങളും അർപ്പിക്കുന്നു. നിങ്ങൾ നൽകിയ പൂച്ചെണ്ടുകൾ, അർപ്പിച്ചതായ ഷാളുകൾ, പറഞ്ഞതായ അനുമോദന വചനങ്ങൾ, അതെല്ലാം ഞാൻ എന്നൊരു വ്യക്തി, ഫ്രാൻസിസ് എന്നൊരു വ്യക്തിയുടെ ഇതല്ല, ഒരു കർത്താവിൻ്റെ വേലക്കാരൻ എന്നുള്ള നിലയിലാണ് അത് നിങ്ങൾ നൽകിയത്. അല്ലെങ്കിൽ ഇതെനിക്കൊന്നും കിട്ടത്തുമില്ല, ഞാനിങ്ങനെ ആകത്തുമില്ല തീർച്ചയായും. അതുകൊണ്ട് എന്നെ ഇപ്രകാരമാക്കി തീർത്ത കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ ഇതെല്ലാം അർപ്പിക്കുകയാണ്. ഏതോസം ഇങ്ങനെ പറയുന്നു, കർത്താവിൻ്റെ വേലക്കാരൻ എന്നുള്ള നിലയിൽ, ശുശ്രൂഷ എന്നുള്ള നിലയിൽ എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് ചെയ്താൽ ആ ചെയ്യുന്നവരെ ദൈവം അനുഗ്രഹിക്കും എന്ന് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനപ്രകാരം ദൈവം നിങ്ങളെ എല്ലാവരെയും ഈ സഭയാകമാനമായിട്ടും അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിൽ ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും. ദൈവം നമ്മളെല്ലാവരെയും വളരെ ജയോത്സവത്തോടെ നടത്തുകയും ചെയ്യുമാറാകട്ടെ. ഇതുവരെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും
സഭാധ്യക്ഷന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ CSI സഭയോർത്ത് പ്രത്യേകമായിട്ട് നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കണം. എല്ലാ ബിഷപ്പന്മാരെയും എല്ലാ അച്ഛന്മാരെയും സഭാശുശ്രൂഷകരെയും മിഷണറിമാരെയും ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കും. ജനങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കും. ഈ ഒരു പ്രത്യേക സഭയ്ക്ക്, സെക്ഷൻ മേരിയ സഭയ്ക്ക്, CSI സഭയ്ക്ക് ഇന്ത്യയിൽ വളരെ നല്ലൊരു സാക്ഷ്യം വഹിക്കാനുണ്ട് എന്ന് ഞാൻ സമയത്ത് ഓർപ്പിക്കട്ടെ. ആ സാക്ഷ്യം എത്രയും കുറ്റമറ്റ രീതിയിൽ ഭംഗിയായി ചെയ്യുവാൻ ദൈവം നമ്മുടെ സഭയിലൂടെ ഇടയായി തീരണം. അതിനുവേണ്ടി നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ആവശ്യപ്പെടുകയും ചെയ്യും. മറ്റ് ഏതൊരു കാലത്തും ഉള്ളതിനേക്കാൾ അപ്പുറമായി ഈ കാലഘട്ടങ്ങളിൽ ആരാധനാ കാര്യങ്ങൾക്കും ആഘോഷ കാര്യങ്ങൾക്കൊക്കെയും വളരെ ലോകവ്യാപകമായി പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ വരുന്നൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് കിട്ടുന്ന അവസരം എന്ത് ചെയ്തോളുക, നമ്മൾ ആരാധനയ്ക്ക് വേണ്ടി സമയം വേർതിരിച്ചോളുക. പെരുന്നാളുകളിൽ നിങ്ങൾ ഉത്സാഹത്തോടെ പങ്കെടുക്കുക. വേറെ ആരും നമ്മുടെ പെരുന്നാൾ വരാനില്ല, നമ്മൾ തന്നെയാണ് വരേണ്ടത്. കാരണം പെരുന്നാൾ നമ്മൾ പോകാൻ ഇറങ്ങുമ്പോൾ നിങ്ങൾ പെരുന്നാളിന് പോകണ്ട എന്ന് പറയുന്ന കാലം അത്ര വിദൂരമല്ല എന്ന് ചരിത്ര സംഭവങ്ങൾ അല്ലെങ്കിൽ അടുത്തകാല സംഭവങ്ങൾ കാണുന്നുണ്ട്. ക്രിസ്മസിൻ്റേതായിട്ടുള്ള ഒരു നക്ഷത്രം പോലും, ഒരു തൊപ്പി പോലും വയ്ക്കാൻ അനുവാദം ഇല്ല, അല്ലെങ്കിൽ നിഷേധിക്കുന്ന ഒരു കാലഘട്ടം ഇന്ത്യയിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് മറന്നുപോകാൻ. എല്ലാ കാലത്തും ഇതിങ്ങനെ നിൽക്കും എന്ന് വിചാരിക്കരുത്. നമുക്കിവിടെ സ്വതന്ത്രമായി ആരാധിപ്പാൻ വരാൻ 143 വർഷം നമ്മളിവിടെ വന്ന് ദൈവത്തെ ആരാധിച്ചു. ആരും നമ്മളെ തടസ്സപ്പെടുത്തിയോ എന്നറിയത്തില്ല. ചരിത്രത്തിൽ ചില സമയത്ത് കേട്ടിട്ടുണ്ട്, പള്ളിയിൽ പോകുന്നതിന് ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നതായിട്ട് കാണുന്നു. അതിനെ വളരെ ശക്തമായിട്ട് അന്നത്തെ സഭാ നേതൃത്വം അല്ലെങ്കിൽ അന്നത്തെ നമ്മുടെ പെയിൻറ്റേഴ്സ് സാഹിബ് ഉൾപ്പെടെയുള്ളവർ എതിർത്തതായിട്ടും ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കാലഘട്ടം കഴിഞ്ഞു. പിന്നെ നമുക്ക് സ്വതന്ത്രമായിട്ട് പള്ളിയിൽ പോകാതിരിക്കാം. പക്ഷേ ഇനി നമ്മൾ ചെയ്യേണ്ടത് കിട്ടുന്ന അവസരങ്ങളെല്ലാം എന്ത് ചെയ്തുകൊള്ളുക, ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്ക് തന്ന ആലയത്തിൽ പൊയ്ക്കൊള്ളുക, ദൈവത്തെ ആരാധിച്ചോളുക. വീട്ടിൽ നമുക്ക് എത്രമാത്രം ഒച്ചയ്ക്ക് പാടി ദൈവത്തെ സ്തുതിക്കാമോ സ്തുതിച്ചോളുക, ദൈവത്തെ ആരാധിച്ചോളുക. കാരണം ടൗണിലും പട്ടണ പ്രദേശങ്ങളുള്ളവർക്ക് നിങ്ങൾക്കറിയാം, അവിടെ ഒരു പാട്ട് ഒച്ചത്തിൽ പാടാൻ പറ്റത്തില്ല. കാരണം അടുത്തുള്ളവർ ബഹളം ഉണ്ടാക്കും, അങ്ങനെ പാടാൻ പറ്റത്തില്ലെന്ന് പറയും. അതാണ് കാലഘട്ടം. അത് മറ്റൊന്നും കൊണ്ടല്ല, ശല്യമായി തീരുന്നു എന്നുള്ളതാണ് ആ കാരണം. ഇവിടെ നമുക്ക് എത്ര ഉച്ചത്തിൽ പാടിയാലും ആരും നമ്മോട് ചോദിക്കാനില്ല. അവസരമുള്ളപ്പോൾ പാടിക്കൊള്ളുക ദൈവത്തെ ഹൃദയംഗമായി. കാരണം അതിനുള്ള നിയന്ത്രണമൊക്കെ വരുന്നൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് വിശ്വാസത്തിൽ ഉറയ്ക്കേണ്ട ഒരു കാലഘട്ടമാണ് എന്ന് കൂടെ ഞാൻ സമയത്ത് ഓർപ്പിക്കും. 143ാമത് പ്രതിഷ്ഠാന പെരുന്നാളിന് എല്ലാവിധമായ ആശംസകളും ഞങ്ങൾ കുടുംബമായി ആശംസിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഈശ്വര മഹാടം ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളിൽ സുവിശേഷ വേല ചെയ്ത 4 വളരെ പ്രധാനപ്പെട്ട സുവിശേഷകരാണ് ഉള്ളത്, മിഷണറിമാരാണ് ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹെൻറി ബേക്കർ ജൂനിയറാണ്. അദ്ദേഹം മേലുകാവ് പ്രദേശങ്ങളിൽ, ഇരുമാപ്ര മേലുകാവ് പ്രദേശങ്ങളിലും അതോടൊപ്പം തന്നെ പീരുമേട് പ്രദേശങ്ങളിലും എന്ന് പറഞ്ഞാൽ നമ്മുടെ മഹാടയുടെ ഏതാണ്ട് 60% പ്രദേശങ്ങളിലും ഈ സുവിശേഷ വേല ചെയ്ത ആളാണ്. അടുത്തത് നമ്മുടെ ഇന്ന് നമ്മൾ ഓർക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ സഭ സ്ഥാപിച്ച റവറൻ ആർതർ ഫെഡറിക് പെയിൻറ്റർ എന്ന് പറയുന്ന എത്രയും ആദരണീയനായ അച്ഛനാണ്. ആ ചരിത്രം എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം. അദ്ദേഹമാണ് ഈ സഭ ഇവിടെ സ്ഥാപിച്ചത്. അതിനുശേഷം നമ്മൾ പുതുക്കി പണിതു എന്നുള്ളത് ശരിയാണ്. എന്നാൽ അദ്ദേഹമാണ് ഈ സഭ ഇവിടെ സ്ഥാപിച്ചത്. ഇന്നേക്ക് 143 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് മേലുകാവ് പ്രദേശങ്ങളിലൊക്കെയും സുവിശേഷം വന്നതിന് ഏതാണ്ട് 40-45 വർഷത്തിന് ശേഷമാണ് ഈ പ്രദേശങ്ങളിലേക്ക് അത് വന്നത്. ഇവിടെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അതിശ്രേഷ്ഠമായ പ്രവർത്തന ഫലമായി എടമല തുടങ്ങിയുള്ള പ്രദേശങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രദേശം മുഴുവനും വേല ചെയ്തത്. അത് പിന്നീട് ആ സഭ വളരെ വളർന്ന് വികസിച്ച് അനേക സഭകളായി തീർന്നിട്ടുണ്ട്. നമ്മൾ കാര്യാട്, കട്ടുപ്പാറ എന്ന പ്രദേശം ഒക്കെയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയായിരുന്നു. കാര്യാട് ഏതാണ്ട് 7.5 ഏക്കറോളം സ്ഥലമാണ് ഇപ്പോൾ നമുക്ക് അവിടെ ഉള്ളത്. അതെല്ലാം അദ്ദേഹത്തിൻ്റെ കാലഘട്ടങ്ങളിൽ അദ്ദേഹം സമ്പാദിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പ്രദേശത്ത് നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമാണ്, ഒരു വ്യക്തിയാണ്, കർത്താവിൻ്റെ വേലക്കാരനാണ് റവറൻ A.F. പെയിൻറ്റർ എന്ന നമ്മുടെ സഭയുടെ സ്ഥാപകൻ. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മൾ താഴെ പെയിൻറ്റർ വാലി എന്ന് പറയുന്ന ആ സ്ഥലനാമകരണം ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു പാരീഷ് ഹാൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതെല്ലാം ഓർക്കുമ്പോൾ, വായിക്കുമ്പോൾ, കേൾക്കുമ്പോൾ നമ്മുടെ പ്രദേശങ്ങളിൽ വരികയും നമ്മുടെ പിതാക്കന്മാരെ സത്യവെളിച്ചത്തിലേക്ക് നയിക്കുകയും ചെയ്ത ദൈവദാസൻ
കർത്താവിൻ്റെ വേലക്കാരൻ ശ്രേഷ്ഠ ഇടയൻ എന്ന് നമ്മൾ ഓർക്കുകയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനായി ദൈവത്തിനെ നമ്മൾ നന്ദി കരയറ്റുകയും ചെയ്യണം. ആ ഒരു തീക്ഷ്ണത, സുവിശേഷ തീക്ഷ്ണത നമ്മുടെ ജീവിതത്തിലും പാലിക്കേണ്ടത് വളരെ ആവശ്യമാണ് എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. മിഷൻ പ്രവർത്തനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ സിനഡിൻ്റെ മിഷൻ ഡയറക്ടറായിരുന്ന പ്രിയപ്പെട്ട മാക്സിം ജോൺസൺ നമ്മുടെ കൂടെ ആരാനിക്കൊണ്ട്. ഒരുപക്ഷെ മിഷനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ അത് അധികമായി പോകുമോ എന്ന് എനിക്കറിയത്തില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും തിരുത്തലുണ്ടെങ്കിൽ അച്ഛനത് തിരുത്തിക്കോളും. മിഷൻ പ്രവർത്തനത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ അന്ന് ഈ മേലുക പ്രദേശങ്ങൾ, ഇന്നത്തെ സൗകര്യം നമുക്കറിയാം. ഇന്നേക്ക് ഏതാണ്ട് 175 വർഷം മുമ്പ് അല്ലെങ്കിൽ 200 വർഷം മുമ്പ് നമ്മുടെ ഇവിടുത്തെ സൗകര്യങ്ങൾ എന്ന് പറയുന്നത് അത്ര വലിയ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് കാണുന്നില്ല. സൗകര്യം ഉണ്ടായിരുന്നു ചോദിച്ചാൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. കാരണം ഈ പ്രദേശം ഉൾക്കൊള്ളുന്ന പൂഞ്ഞാറിൻ്റെ ഭരണപ്രദേശം ഉണ്ടായിരുന്ന ഇടങ്ങൾ, വാളകം തുടങ്ങിയുള്ള പ്രദേശങ്ങൾ, ഇതിലെല്ലാം രാജപാതകൾ ഉണ്ടായിരുന്നതായിട്ടാണ് ചരിത്രം. രാജപാതകൾ നമുക്കറിയാം. വാളകം പള്ളിയുടെ തൊട്ട് താഴെ പ്രദേശത്തോട്ട് പോകുമ്പോൾ അവിടെ ഇപ്പോഴും ആ കൽക്കെട്ടുകളുണ്ട്. രാജപാത എന്ന് പറഞ്ഞാൽ വണ്ടി ഓടുന്ന പാതകളല്ല, നടക്കാനുള്ള നടപ്പുവഴിയാണ്. രാജാക്കന്മാരുടെ അവരുടെ ഉദ്യോഗസ്ഥന്മാർക്ക് നടന്നു പോകാനുള്ള പ്രധാനപ്പെട്ട വഴികളാണ് രാജപാത എന്ന് പറയുന്നത്. കുറേ ഭാഗങ്ങൾ അവിടെ ഇപ്പോഴും ഉണ്ട്. നല്ല കല്ലൊക്കെ കെട്ടി നല്ല ഭംഗിയായിട്ട് നടന്നു പോകുന്നു പാതകളാണ്. അന്ന് ആ കാലഘട്ടങ്ങളിൽ ഇവർ കരം പിരിക്കാനുള്ള കാര്യങ്ങളും മറ്റനേക കാര്യങ്ങൾക്ക് വേണ്ടി അവർ വന്നിരുന്നതായിട്ട്, അങ്ങനെ ആളുകൾ ഇവിടെ താമസിച്ചിരുന്നു. നമ്മുടെ പിതാക്കന്മാർ, ധാരാളം ആളുകൾ ഇവിടെ ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു. താഴ്വാര പ്രദേശങ്ങളിൽ പലപ്പോഴും ആൾ താമസം കുറവായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം വന്യമൃഗങ്ങളുടെയും അതുപോലുള്ള ശല്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ പ്രദേശങ്ങളിലേക്ക് നമ്മളുടെ ഈ സഭസ്ഥാപകനായിരിക്കുന്ന പെയിൻറ്റർ അച്ഛൻ കടന്നു വന്നു. അദ്ദേഹം ഇവിടെ വന്നു. ഇവിടെ ഈ സ്ഥലം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഒരുപക്ഷെ ഇപ്പം നമുക്ക് കയറി വരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നിയാലും അന്ന് ഏറ്റവും സുരക്ഷിതമായ സ്ഥലം എന്ന് പറയുന്നത്, ആൾപ്പാർപ്പുള്ള സ്ഥലം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതുകൊണ്ട് ആൾക്കാർക്ക് വരാനും പോകാനും പേടി കൂടാതെ സഞ്ചരിക്കാനുള്ള ഒരിടം, ഒരു ഗ്രാമമായിട്ട് സങ്കല്പിച്ച അതിൻ്റെ സെൻട്രൽ ഭാഗം എന്ന് പറയാം, അവിടെ അവർ സഭകൾ സ്ഥാപിച്ചു. അവരെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ അവർക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പ് UK പോകാനായിട്ട്, നമ്മുടെ ഇംഗ്ലണ്ടിൽ പോകാനായിട്ട് ഇടയായി തീർന്നു. ആ സമയത്ത് പോയപ്പോൾ ചില മിഷണറിമാരുടെ അല്ലെങ്കിൽ അതുപോലുള്ള വലിയ വലിയ പ്രഭു തുല്യമായ ആൾക്കാരുടെ വീടുകൾ കാണാനായിട്ട് സാധിച്ചു. അവരുടെ വീടുകളൊക്കെ ഭയങ്കര വലിയ കുന്നിൻ്റെ മുകളിലാണ് പല വീടുകളും. മനസ്സിൽ എന്താണ് പറയുന്നത്, അത് വലിയ രാജകൊട്ടാരമാണെന്ന് വെച്ചാൽ കൊട്ടാരമല്ല, എന്നാൽ കൊട്ടാരത്തിന് തുല്യമാണ്. അവർ നാടുവാഴികളാണ്. അവർക്ക് സ്വന്തമായിട്ട് പട്ടാളവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ധാരാളം ഭൂസ്വത്തുക്കൾ അവർക്കുണ്ട്. അപ്പോൾ അവരവിടെ സുരക്ഷിതമായി കോട്ടകൾ പണിത് അവിടെ താമസിക്കും. മലയുടെ മുകളിലാണ്. ചുരുക്കം കോട്ടകൾ, ഇതുപോലുള്ള കെട്ടിടങ്ങൾ മാത്രമേ ടൗൺ പ്രദേശങ്ങളുള്ളൂ. ബാക്കി മുഴുവൻ ഉയർന്ന പ്രദേശങ്ങളാണ്. കാരണം സുരക്ഷിതമാണ് അവർ നോക്കുന്നത്. അങ്ങനെ വളരെ സമ്പന്നതയിൽ ജീവിച്ചിരുന്ന ആൾക്കാരായിരുന്നു അവർക്കെയും. അവർ നമ്മുടെ ഈ പ്രദേശങ്ങളിലേക്ക് വന്നു. ഇംഗ്ലണ്ടിൽ സുവിശേഷത്തിൻ്റെ ആ ഒരു അല്ലെങ്കിൽ ഉണർവിൻ്റെ വലിയൊരു കാറ്റ് ഊതിയപ്പോൾ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം ആ മേഖലയിൽ ആ കാലഘട്ടങ്ങളിൽ അയച്ചപ്പോൾ ലോകത്തിന് മുഴുവൻ അത് വളരെ വലിയ വ്യത്യാസങ്ങൾ വരുത്തി എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്ന എല്ലാ തരത്തിലും ആത്മീയമായിട്ട് മാത്രമല്ല ഭൗതികമായിട്ടുള്ള എല്ലാ ഉയർച്ചകൾക്കും വളർച്ചകൾക്കും കണ്ടുപിടുത്തങ്ങൾക്കെല്ലാം കാരണം ആ ഒരു വളരെ വലിയൊരു നവോത്ഥാനമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ അവിടുന്ന് ഈ സുവിശേഷത്തിൻ്റെ ആംഗ്ലിക്കൻ സഭയിൽ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു തീക്ഷ്ണമായ ഒരു സുവിശേഷം അല്ലെങ്കിൽ ആത്മീയ ഉണർവുണ്ടായി. അങ്ങനെ വെളിച്ചം കിട്ടിയ ആളുകൾ അനേക സ്ഥലങ്ങളിലേക്ക് അനേക മിഷൻ പ്രസ്ഥാനങ്ങൾ സ്ഥാപിച്ച് അവർ സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്തു. അങ്ങനെ CMS ചർച്ച് മിഷൻ സൊസൈറ്റി രൂപീകരിക്കപ്പെട്ടു. CMSൻ്റെ മിഷന്മാർ ലോകമെമ്പാടും യാത്ര ചെയ്തു. അങ്ങനെ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ വന്നു. BMSൻ്റെ ബാസൽ മിഷൻ്റെ ആൾക്കാർ അങ്ങനെ യാത്ര ചെയ്തു, നമ്മുടെ കേരളക്കരയിൽ വന്നു. LMS ലണ്ടൻ മിഷൻ്റെ ആൾക്കാർ അങ്ങനെ യാത്ര ചെയ്ത് അവരും നമ്മുടെ ഈ കേരളക്കരയിൽ വന്നു. പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ 3 വ്യത്യസ്ത മിഷൻ സൊസൈറ്റികൾ ഇവിടെ പ്രവർത്തിച്ചു എന്ന് നമുക്ക് കാണാം. നമ്മുടെ ഈ പ്രദേശങ്ങളൊക്കെയും CMSൻ്റെ പ്രവർത്തനത്തിലാണ്. ഇവിടെ വന്ന് സുവിശേഷം, നമ്മുടെ ചരിത്രം പറയുന്ന നമ്മുടെ പിതാക്കന്മാർ അവിടെ പോയി, കോട്ടയത്ത് പോയി മിഷണറിയെ കണ്ടു, ഇവിടെ വന്ന് സുവിശേഷം പറയണം എന്ന് പറഞ്ഞു എന്നാണ് നമ്മൾ ചരിത്രം വായിക്കുന്നത്. മറ്റു പലയിടത്തും അങ്ങനെയല്ല ചരിത്രം. എങ്കിൽ നമ്മുടെ ചരിത്രം എന്ന് പറയുന്നത് പിതാക്കന്മാർ പോയി അവരിങ്ങോട്ട് ക്ഷണിച്ചു എന്നുള്ളതാണ്. അങ്ങനെ പലതവണത്തെ യാത്രയുടെ ഫലമായി അവരിവിടെ വന്നപ്പോൾ പിന്നീടുള്ള ഇവിടെ പോകാൻ നേരത്ത് തന്നെ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ചരിത്രം പറയുന്നുണ്ട്. അതായത്
കോട്ടയം പ്രദേശങ്ങളിൽ, പള്ളം പ്രദേശങ്ങളിൽ, പിന്നെ തെക്കൻ തിരുവിതാംകൂറിലും അതുപോലെ തന്നെ മധ്യ തിരുവിതാംകൂറിലൊക്കെ ധാരാളം സുവിശേഷ പ്രവർത്തനം വളരെ ശക്തമായിട്ട് നടക്കുക. ഇഷ്ടംപോലെ വേലയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഇങ്ങോട്ട് ഇത്രയും ദൂരം, ഏതാണ്ട് 40 കിലോമീറ്റർ മൈൽ അകലെ എന്ന് പറയുന്ന അത്രയും ദൂരെ പോവുക എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. വേണ്ടത്ര വഴികളില്ല. അതുകൊണ്ട് അവിടുത്തെ പ്രവർത്തനം ഏറ്റെടുക്കരുത് എന്ന് അദ്ദേഹത്തെ, അല്ലെങ്കിൽ അന്നത്തെ ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിച്ച മിഷണറിമാരെ ഉപദേശിച്ചു എന്ന് പറയുന്നു. എന്നാൽ നിരന്തരമായി ഇവിടുന്ന് പിതാക്കന്മാർ പോയതിൻ്റെ ഫലമായി അവർക്ക് വരണം എന്ന് ഹെൻറി ബേക്കറിന് ജൂനിയർക്ക് അന്ന് തോന്നുകയും അദ്ദേഹം അതെല്ലാം അവരുടെ ആ ചിന്തകൾ മാറ്റി അദ്ദേഹം ഇവിടെ വരികയും ഇവിടെ വന്ന് സഭകൾ സ്ഥാപിതമാകുകയും അതിൻ്റെ തുടർമാനമായ പ്രവർത്തനങ്ങൾ അതിന് വേണ്ടി മിഷണറിമാരെ അയക്കാനാണ് ഒരുങ്ങി. പക്ഷേ പലതവണ ആവശ്യപ്പെട്ടിട്ടും ഒരൊറ്റ മിഷണറിമാരും ഇങ്ങോട്ട് വന്നില്ല എന്നാണ് എൻ്റെ ചരിത്രം. അങ്ങനെ അവസാനം അദ്ദേഹം ഒരു മീറ്റിങ്ങിൽ, ഏതാണ്ട് 40ഓളം പേര് കൂടിയ മിഷണറിമാരുടെ മീറ്റിംഗ്, നമ്മളിവിടെ മിഷണറിമാരുടെ മീറ്റിംഗ് കൂടുന്ന പോലെ മിഷണറിമാരുടെ മീറ്റിങ്ങിൽ കൂടിയപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്: ഞങ്ങൾ 10,000 മൈൽ താണ്ടി ഈ സുവിശേഷവുമായി ഇവിടെ വന്നു. കേരളത്തിൽ 10,000 മൈൽ, ഇംഗ്ലണ്ടിൽ നിന്ന് 10,000 മൈൽ താണ്ടി ഇവിടെ വന്നു. 50 മൈൽ 40 മൈൽ ഇവിടുന്ന് പോകാൻ നിങ്ങൾക്ക് പറ്റത്തില്ലേ എന്ന് ചോദിച്ചു എന്നാണ്. ആ ചോദ്യത്തിന് മുമ്പിൽ 7 പേര് അന്ന് പോകാം എന്ന്, 40 പേരിൽ 7 പേര് എഴുന്നേറ്റ് പോകാം എന്ന് പറഞ്ഞു എന്ന് അവർ പിന്നീട് ഈ പ്രദേശങ്ങളിലേക്ക് സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ തുടർമാനമായ പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന് ചരിത്രം പറയും. പ്രിയമുള്ളവരെ, ഞാനിത് പറഞ്ഞത് ഇന്ത്യയിൽ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഇന്ത്യയാക്കിയത് മിഷണന്മാരാണ്. നമുക്ക് പലർക്കും അറിയാം, ഇന്ത്യയാക്കിയത് മിഷണന്മാരാണ്. ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഇന്ത്യ എന്നൊരു സങ്കല്പം ഇല്ല. ബാക്കിയെല്ലാം ഓരോരോ രാജ്യങ്ങളാണ്. നമുക്കറിയാം 600 ചില്ലാനം നാട്ടുരാജ്യങ്ങളാണ്, 1ഉം 2ഉം അല്ല. ഈ വ്യത്യാസമെല്ലാം വന്നത് ഈ സുവിശേഷമാണ് കൊണ്ടുവന്നത്. നമുക്ക് ഈ വ്യത്യാസം കൊണ്ടത് ഈ സുവിശേഷം തന്നെയാണ്. നമ്മുടെ ചുറ്റുപാടുള്ള അനേക ജാതി മതസ്ഥർ, അവർക്ക് എഴുത്തും വായന അറിയത്തില്ലായിരുന്നപ്പോൾ നമ്മുടെ മാതാപിതാക്കന്മാർ അവർ ഈ പുസ്തകം വായിച്ചു. പത്രങ്ങൾ അവർ വായിക്കുമായിരുന്നു. ചുറ്റുപാടുള്ള പല ആൾക്കാർക്കും വായന അറിയത്തില്ല. പക്ഷേ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ആ ഒരു നല്ലൊരു പാരമ്യം നമുക്കുണ്ട്. അത് നമ്മൾ കീപ്പ് ചെയ്യണം, സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞത്. അതിനുവേണ്ടി നമ്മൾ ഇനിയും ഇതുപോലെ എട്ടും പൊട്ടും തിരിച്ചറിയാത്ത ധാരാളം ആളുകൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ ഉണ്ട്, ലോകത്തിൻ്റെ പല ഭാഗങ്ങളുണ്ട്. നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി ദൈവം നിയോഗിക്കുമ്പോൾ പോവുകയും ചെയ്യണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സ്ഥിരീകരണം കൂടെ ചേർന്നാണല്ലോ കുട്ടികളെ. അതുകൊണ്ട് നിങ്ങളോടും കൂടെ ഞാൻ ചേർത്ത് പറയട്ടെ. ഇന്നത്തെ ശുശ്രൂഷ അല്പം നീണ്ട ശുശ്രൂഷയാണ്, നിങ്ങൾക്കറിയാമല്ലോ. കാപ്പിയൊക്കെ കുടിച്ചിട്ടല്ലേ വന്നത്? ഓക്കെ, തലയിറക്കമൊന്നും ഉണ്ടാകത്തില്ലല്ലോ. അല്ല, ഒത്തിരി വലിയ ചോദ്യമൊന്നുമില്ല. എന്നാലും നിങ്ങൾ എന്താ മനസ്സിലാക്കിയെന്നറിയാൻ എനിക്ക് ചെറിയൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും, നിങ്ങൾ പഠിച്ച കാര്യം അല്ല ചോദിക്കുന്നത്, പഠിച്ചതിന് നിങ്ങൾ എന്ത് പഠിച്ചു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, ഉത്തരം പറയാം. ഓക്കെ, പെരുന്നാളിൻ്റെ പ്രതിഷ്ഠാദിന പെരുന്നാൾ എല്ലാവിധമായ ആശംസകളും ഞാൻ നേരുകയും ചെയ്യുന്നു. ദൈവവചന വായനയ്ക്കും പ്രാർത്ഥനയ്ക്കും നമ്മൾ മുൻതൂക്കം നൽകണമേ എന്ന് ഓർപ്പിച്ചുകൊണ്ട് എല്ലാവിധമായ ആശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഒരിക്കൽ കൂടെ ഈ പ്രിയപ്പെട്ട ഇമ്മാനുവൽ അച്ഛനുമായിട്ട് ഒരുമിച്ച് ശുശ്രൂഷ നിൽപ്പാൻ ഇടയാകുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം ഞങ്ങളുടെ തൊട്ട് അയൽക്കത്തെ ഞങ്ങളുടെ ഇടവയിൽ തന്നെ ശുശ്രൂഷനായിരുന്നു. അതുകൊണ്ട് മാത്രമല്ല, കൂടെ അതിലെ പോകുമ്പോൾ ഞങ്ങളെ വിളിക്കുകയും അന്വേഷിക്കുകയും ചെയ്തു. അതുകൊണ്ട് മറ്റ് ശുശ്രൂഷ വ്യത്യസ്തമായി അദ്ദേഹത്തോടൊരു പ്രത്യേകമായ താല്പര്യം എനിക്ക് മാത്രമല്ല, മക്കൾക്കും അതുപോലെ തന്നെ അലാലിക്കുമൊക്കെ ഉണ്ട്. സാറ് ചോദിക്കും, അന്ന് സാറായിരുന്നു, ചോദിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു കാരണം. എവിടെ വെച്ച് കണ്ടാലും വർത്തമാനം പറയുന്നത് മറ്റൊരു കാരണം. അങ്ങനെ സാറിനൊരു പ്രത്യേകത, അല്ലെങ്കിൽ ഇമ്മാനുവൽ അച്ഛന് പ്രത്യേകത ഉണ്ട്. വളരെ സന്തോഷമുണ്ട് അച്ഛൻ ഈ ഇടവയിൽ ഇടവപ്പെട്ടക്കാരനായി ഇരിക്കുന്നതിൽ. അച്ഛനും കൊച്ചമ്മയ്ക്കും മക്കൾക്കും പ്രത്യേകമായ എല്ലാവിധമായ ആശംസകളും നേരുകയും ചെയ്യുന്നു. അത്താരിയിലിരിക്കുന്ന ബഹുമാന അച്ഛന്മാർ ഒരുമിച്ച് ഞങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യാൻ ഇടയാകുന്നതിൽ വളരെ സന്തോഷം. ദൈവം അവരെയും അനുഗ്രഹിക്കട്ടെ. ഈ പെരുന്നാളിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത ഈ കാലഘട്ടങ്ങളിൽ സഭയ്ക്ക് വളരെ ശക്തമായ നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട കൈക്കാരന്മാർ ജോർജ് കുട്ടി പൂങ്കുഴിയിൽ, ജോഷി സാം ജോൺസൺ താഴെക്കല്ലെങ്കിൽ, ഡയസൻ കൗൺസിൽ മെമ്പർ സ്റ്റെനി ചാക്കോ ലവുംപാറയിൽ, സെക്രട്ടറി അനീഷ് കെ ജോൺ കുച്ചുവരിക്കൽ, സഭാമക്കൾ, നിങ്ങൾക്ക് എല്ലാവരോടുമുള്ള ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി സ്നേഹവും സമയത്ത് അറിയിക്കുകയും ചെയ്യും.
നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടോ? ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? ദൈവത്തെ സ്നേഹിക്കുന്നൊരു കൈപ്പൊക്കിക്കേ. ദൈവത്തെ സ്നേഹിക്കുന്നൊരു കൈപ്പൊക്കിക്കേ. ഓക്കെ, എല്ലാവരും 10 പേരും ദൈവത്തെ സ്നേഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, ഇന്ന് പാഠമായിട്ട് സുവിശേഷമായിട്ട് വായിച്ച വേദഭാഗം ഓർക്കുന്നുണ്ടോ? സുവിശേഷം വായിച്ച വേദഭാഗം ഏതാ? യോഹന്നാന്റെ സുവിശേഷം ഏതധ്യായം? 14-ാം അധ്യായം. എത്രാം വാക്യം തൊട്ടാ? 15-ാം വാക്യം അല്ലേ? എത്ര വാക്യം വായിച്ചു കാണും? 2 3 3 വാക്യങ്ങൾ അല്ലേ? 15, 16, 17 3 വാക്യങ്ങൾ. ഓക്കെ, 15-ാം വാക്യം എന്നാന്ന് ഓർക്കുന്നുണ്ടോ? നോക്കാതെ പറയാമോ? ഒന്ന് ഓർത്ത് നോക്കിയേ. ഓക്കെ, പിടിക്കേ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളുമെന്ന് തന്നെ പറഞ്ഞു അല്ലേ? ഒരു പക്ഷേ ഈ ബൈബിൾ ട്രാൻസ്ലേഷനിൽ പല എഡിഷൻ വരുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന ബൈബിളിൽ അങ്ങനെയാണ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. യേശു പറഞ്ഞതാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. കൽപ്പന കാത്തുകൊള്ളുക എന്ന് പറഞ്ഞാൽ കൽപ്പന അനുസരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്ന് അച്ഛൻ ആരാധന ആദ്യ ഭാഗം എടുത്തപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൽപ്പന മുഴുവനും എന്ത് ചെയ്തു? വായിച്ചു അല്ലേ? നമ്മൾ ഓരോ കൽപ്പന വായിച്ചു കഴിഞ്ഞപ്പോൾ എന്നാ പറഞ്ഞു? വേദന പറഞ്ഞു. ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയുന്നതിൻ്റെ താമസം അനുസരിച്ചാണ് ആരാധന നീണ്ടു പോകും. സ്നേഹവിരുന്നുണ്ടോ? സ്നേഹവിരുന്ന് കാണുന്നില്ല. എല്ലാവർക്കും ഓരോരോ വിഭാഗങ്ങളിൽ പ്രത്യേകമായ ക്രമീനുള്ളതുകൊണ്ട് അങ്ങനെ പൊതുവായിട്ടുള്ളതൊന്നില്ലെന്ന് തോന്നുന്നു. ഓക്കെ, എന്നാലും നിങ്ങൾ ഭക്ഷണം കഴിച്ച് വന്നതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, താമസിച്ചാലും കുഴപ്പമില്ല. ഓക്കെ, ഓരോ കൽപ്പനയും വായിച്ചു കഴിഞ്ഞപ്പോൾ എന്നാ പറഞ്ഞു? കർത്താവേ, ഈ കൽപ്പനയെ കാപ്പാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉണക്കണമെന്ന് പറഞ്ഞാൽ സഹായിക്കണമെന്ന അർത്ഥം അല്ലേ? അത് ആരാ പറഞ്ഞത്? നിങ്ങളും എല്ലാം പറഞ്ഞായിരുന്നോ? ഓക്കെ, നിങ്ങളെല്ലാവരും പറഞ്ഞോ? ഓക്കെ, കായികസംഘം ഏതായാലും പറഞ്ഞു. അവർക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഞങ്ങളെല്ലാം കൂടെ കൂടി അവരോട് ഈ മറുപടി എല്ലാം പറയാനായിട്ട് ഏൽപ്പിച്ചിരിക്കുക. നമുക്ക് ഇതിനകത്തൊന്നും ഒരിത്തരാതെ അല്ലേ? ജനങ്ങൾ പറയണമെന്ന് പറഞ്ഞ് വലിയ അക്ഷരത്തിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ആരാധന പുസ്തകത്തിൽ പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും മറുപടി പറഞ്ഞത് ഇതാണ്: കർത്താവേ, ഈ കൽപ്പനയെ കാപ്പാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉണക്കണം, കൽപ്പന അനുസരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം എന്നാണ് ഓരോ കൽപ്പന വായിച്ചപ്പോഴും പറഞ്ഞത് അല്ലേ? ഓക്കെ, വളരെ നല്ല കാര്യം. ആവർത്തന പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ആവർത്തന പുസ്തകം 4-ാം അധ്യായം അതിന് 7 മുതലുള്ള ഏതാനും വാക്യങ്ങൾ ഞാൻ സമയത്ത് വായിക്കും. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 7 മുതൽ 7, 8, 9 എന്നീ വാക്യങ്ങൾ ഒരിക്കൽ കൂടെ ഞാൻ വായിക്കും. നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠജാതി ഏതുള്ളൂ? ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്ന ഈ സകല ന്യായപ്രമാണവും പോലെ ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളും ഉള്ള ശ്രേഷ്ഠജാതി ഏതുള്ളൂ? കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നീ മറക്കാതെയും നിന്റെ ആയുഷ്കാലത്തൊരിക്കലും അവ നിന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതെയും ഇരിപ്പാൻ മാത്രം സൂക്ഷിച്ചു നിന്നെ തന്നെ ജാഗ്രതയോടെ കാത്തുകൊള്ളുക. നിന്റെ മക്കളോടും മക്കളുടെ മക്കളോടും അവയെ ഉപദേശിക്കണം. ഇത് മോശ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത കൽപ്പനകളെക്കുറിച്ച് മോശ തന്നെ പറയുന്ന കാര്യം ഇതാണ്. ആവർത്തന പുസ്തകമാണ്. നമുക്കറിയാം മോശയുടെ പുസ്തകമാണ് ഏത്? ആവർത്തന പുസ്തകവും. ആവർത്തന പുസ്തകത്തിൽ മോശ തൻ്റെ യാത്രയുടെ അവസാന ഘട്ടമാണ്. കനാൻ നാട്ടിലേക്ക് പ്രവേശിച്ചില്ല. യോർദാൻ നദിക്ക് ഇക്കരെ വെച്ച് എന്ത് ചെയ്തു? പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് ഇസ്രായേൽ മക്കളെ വളരെ ആധികാരികമായിട്ട് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന വാചകങ്ങളാണ് ഇവിടെ ആവർത്തന പുസ്തകം. പേര് പോലെ ആവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ? വീണ്ടും പറയുന്നതാണ് ആവർത്തനം. ഇവിടെ ആവർത്തനം എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ആവർത്തനമായിരിക്കും? എന്തിൻ്റെ ആവർത്തനമായിരിക്കും? ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, പിന്നെ ആവർത്തനം അല്ലേ? ഇസ്രായേൽ മക്കളുടെ ആ ചരിത്രത്തെക്കുറിച്ച് വീണ്ടും എടുത്തു പറയുന്നതാണ്. പ്രത്യേകിച്ച് അത് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് കൽപ്പനകളാണ് അല്ലേ? അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധമാണ്, അല്ലെങ്കിൽ ആരാധനയുമായിട്ട് ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. കൽപ്പനകളെക്കുറിച്ച് അനുസരിക്കുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് ആദ്യം ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് പുസ്തകത്തിലാണ് കൽപ്പനകളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? പുറപ്പാട് പുസ്തകത്തിൽ. വീണ്ടും പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? ആവർത്തന പുസ്തകത്തിൽ. ആദ്യം
പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. വീണ്ടും ഇവിടെ മോശ എന്ത് ചെയ്യുന്നു? ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു, അല്ലേ? മോശയ്ക്ക് വേറെ ഒരു ജോലിയില്ലേ? വീണ്ടും പറയാൻ എന്തായിരിക്കും കാരണം? എന്തായിരിക്കും കാരണം? എന്തായിരിക്കും കാരണം? നിങ്ങൾക്കറിയാവുന്ന ഉത്തരം പറഞ്ഞാൽ മതി. ഹൃദയത്തിൽ സംഗ്രഹിക്കണം. ഓക്കെ, കുറച്ചുകൂടെ ഞാൻ തെളിവായിട്ട് പറയാം, ക്ലിയറായിട്ട് പറയാം. പുറപ്പാട് പുസ്തകത്തിൽ ഈ കൽപ്പന കേട്ട ആൾക്കാരാണോ ആവർത്തന പുസ്തകത്തിൽ ആവർത്തിച്ച് പറയുമ്പോൾ ഈ കൽപ്പന കേൾക്കുന്നത്? ആണോ അല്ലയോ? അല്ലെന്നാണ് പറഞ്ഞത്. അതിനാ കാരണം? ഓക്കെ, ഞാൻ തന്നെ പറയാം, അല്ലെങ്കിൽ ഇത്തിരി സമയം പോരെ. പുറപ്പാട് പുസ്തകത്തിൽ കൽപ്പന കേട്ട ആളുകളല്ല എവിടെ കൽപ്പന കേൾക്കുന്നത്? ആവർത്തന പുസ്തകത്തിൽ കൽപ്പന കേൾക്കുന്നത്. കാരണം പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ അവിടെ അന്നത്തെ എണ്ണത്തിൽപ്പെട്ട ആൾക്കാർ മുഴുവനും എന്ത് ചെയ്തു? 2 പേരൊഴികെ ബാക്കി മുഴുവൻ ആൾക്കാരും എന്ത് ചെയ്തു പോയി? മരിച്ചു. യോശുവയും കാലേബും ഒഴികെ ബാക്കി എല്ലാവരും എന്ത് ചെയ്തു? മരിച്ചുപോയി, അല്ലേ? അപ്പോൾ പുത്തൻ തലമുറയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് പുത്തൻ തലമുറയോട് എന്ത് ചെയ്യാണ് മോശ? ഒന്നുകൂടെ ഇത് ആവർത്തിച്ചിട്ട് പറഞ്ഞിട്ട് പറയാണ്, ഇത് നീ മാത്രം മനസ്സിലാക്കിയാൽ പോരാ, നീ എന്ത് ചെയ്യണം? നിന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കണം. അവരുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം. നീ നിന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കണം, നിന്റെ ഹൃദയത്തിൽ അത് ഇരിക്കണം. അത് നിന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കണം, അവരുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ തലമുറയായിട്ട് എന്ത് ചെയ്യണം? ഈ കൽപ്പനകൾ എന്ത് ചെയ്യണം? അവരോട് പറഞ്ഞു കൊടുക്കണം. അതോടൊപ്പം തന്നെ ദൈവം നടത്തിയ വിധങ്ങളെ എല്ലാം എന്ത് ചെയ്യണം? നീ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യും അവർ ആ കാര്യം? അപ്പോൾ ഓരോ തലമുറയും പിതാക്കന്മാർ ആരാധിച്ച് അതേ തീക്ഷ്ണതയോടെ എന്ത് ചെയ്യും? ദൈവത്തെ ആരാധിക്കും. ഓക്കെ, ഇപ്പം നമ്മൾ പ്രതിഷ്ഠാദിന പെരുന്നാൾ കൊണ്ടാടുന്നുണ്ട്, അല്ലേ? പല പള്ളിയിലും അങ്ങനെ ഇല്ല കേട്ടോ. നമ്മുടെ പള്ളിക്കൊണ്ട് നമ്മുടെ കാരണവന്മാർ എന്ത് ചെയ്യുന്നുണ്ട്? അത് ഓർത്ത് വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്? അത് നടത്തുന്നുണ്ട്. പ്രതിഷ്ഠാ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർമ്മയാണ്. എന്നാൽ എവിടം വരെ പോകും ഓർമ്മ? 143 വർഷം മുമ്പ് വരെ പോകും, അല്ലേ? ഞാനിപ്പോൾ പറഞ്ഞ പോലെ പെയിൻറ്റർ വന്ന ആ കാലം തൊട്ടേ അവിടം വരെ പോകും. അന്ന് വന്ന ആ വിശ്വാസത്തിൽ എന്ത് ചെയ്യുന്നു? നമ്മളിപ്പോൾ അതിൻ്റെ പിന്മുറക്കാരാണ്, അല്ലേ? എത്രയോ തലമുറ ഇങ്ങനെ മാറി നമ്മൾ വന്നിരിക്കുകയാണ്, അല്ലേ? അവർ പള്ളിയിൽ പോയി, നിങ്ങളുടെ പപ്പായും മമ്മിയൊക്കെ പള്ളിയിൽ പോയി, നിങ്ങളുടെ വല്യപ്പനും വല്യമ്മയൊക്കെ പള്ളിയിൽ പോയി, നിങ്ങളുടെ പപ്പായും മമ്മിയും പള്ളിയിൽ പോയി, നിങ്ങൾ എന്ത് ചെയ്തു? പള്ളി വന്നു, അല്ലേ? തലമുറകൾ ഇങ്ങനെ കൈമാറുകയാണ് വിശ്വാസം. അത് വെറുതെ യാദൃശ്യമായിട്ട് ചെയ്യേണ്ടതല്ല. ദൈവവചനം അങ്ങനെ പറഞ്ഞിരിക്കുന്നു. പെരുന്നാളുകൾ ആഘോഷങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് എന്ത് ചെയ്തിരിക്കുന്നു? പറഞ്ഞിരിക്കുന്നു. അതെല്ലാം വിശ്വാസ കൈമാറ്റത്തിന് ഉതകണം എന്നാണ് അതിൻ്റെ സാരം. വിശ്വാസ കൈമാറ്റം പെരുന്നാളുകളുടെ ഉത്സവങ്ങളോട് നടക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. വിശ്വാസ കൈമാറ്റം നമ്മുടെ പ്രാർത്ഥനയിലും ദേവാലയത്തിലേക്ക് വരവിലും സംഭവിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല? അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. ഇന്ന് നമുക്ക് CCക്കാർക്ക് വന്നിരിക്കുന്ന വലിയൊരു കുഴപ്പമുണ്ട്. നമ്മൾ ഈ വിശ്വാസമെല്ലാം കൽപ്പനകളെല്ലാം പഠിപ്പിക്കാനുള്ള ചുമതല ആരെ ഏൽപ്പിച്ചിരിക്കുന്നത്? വചനം പഠിപ്പിക്കാനുള്ള ചുമതല ആരെ ഏൽപ്പിച്ചിരിക്കുന്നത്? നിങ്ങളെങ്ങനെയാണ് പഠിച്ചേ? ഏത് ദിവസം പഠിച്ചേ? എങ്ങനെയാ? സൺഡേ സ്കൂൾ അധ്യാപകരെ നമ്മൾ ഏൽപ്പിച്ചിരിക്കുകയാണ്. പക്ഷെ ഇവിടെ വേദോസം പറയുന്നത് അങ്ങനെയല്ല. സൺഡേ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ഈ കൽപ്പനയെല്ലാം പിള്ളേരെ പഠിപ്പിക്കണമെന്നാണ് പറഞ്ഞത്. ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. സൺഡേ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? സ്ത്രീകരണത്തിന് പഠിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? കുട്ടികൾ എന്ത് ചെയ്യണം? കൽപ്പന പഠിക്കണമെന്നാണ് പ്രമാണം. നമുക്കെങ്ങനെ എവിടെ ഒരു ചെറിയൊരു സ്ലിപ്പ് വന്നുപോയി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കൽപ്പന എപ്പോഴാണ് പഠിക്കുന്നത്? കുട്ടികൾ അവരുണ്ടായി 14, നമ്മുടെ രീതി അനുസരിച്ച് 14 വർഷം കഴിയുമ്പോഴാണ്, സുമാർ 14 വർഷം കഴിയുമ്പോഴാണ് കൽപ്പന പഠിക്കുന്നത്. 14 വയസ്സാകുമ്പോൾ കൊച്ച് ഏതിലായിരിക്കും പഠിക്കുന്നത്? കുറഞ്ഞത് 9, 10 ആയിരിക്കും, അല്ലേ? 8, 9 ഹൈസ്കൂളിലായിരിക്കും. ഹൈസ്കൂളിൽ പഠിക്കുന്നതിന് മുമ്പ് ഈ കൊച്ച് എന്തുമാത്രം കാര്യങ്ങളാണ് കൊച്ച് മനസ്സിലാക്കിയത്, കണ്ടിരിക്കുന്നത്, കേട്ടിരിക്കുന്നത്, മനസ്സിലാക്കിയിരിക്കുന്നത്, പഠിച്ചിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ്. അതെല്ലാം കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഊടെല്ലാം വിളമ്പി സാമ്പാർ ഒഴിക്കുന്ന പോലെ എന്ത് ചെയ്യുന്നത്? ഈ കൽപ്പന കൊണ്ടുപോയി കൊടുക്കും. ഉടനെ പിള്ളേരെല്ലാം ചെയ്യും? അവർ പഠിച്ചിരിക്കുന്ന അനേക കാര്യങ്ങളുമായിട്ട് ഇത് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കും. അപ്പോൾ അവർക്ക് അവരുടെ പരിചയം വെച്ച് അവർക്ക് ഈസി ആയിട്ടുള്ള ഏതായിരിക്കും? കൽപ്പന പ്രമാണിക്കുന്നതാണോ അതോ അവർ മുമ്പ് പഠിച്ച അനേക ലോക പ്രമാണങ്ങൾ പ്രമാണിക്കുന്നതിനായിരിക്കും? ഏതായിരിക്കും എളുപ്പം?
ഏതായിരിക്കും എളുപ്പം? നിങ്ങൾക്ക് പറയാം, ഏതായിരിക്കും എളുപ്പം? ലോകപ്രമാണങ്ങൾ പ്രമാണിക്കുന്നതാണ് അവർക്ക് കൂടുതൽ ഒരു ചായ്വ് അങ്ങോട്ടായി. കുഴപ്പം ആരുടെയാണ്? ആരുടെ കുഴപ്പം? കുഴപ്പം വേറെ ആരല്ല, നമ്മളെ തന്നെയാണ്. ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്, ഇത് ആര് പറഞ്ഞു കൊടുക്കണം? മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. മാതാപിതാക്കന്മാരാണ് കർത്താവിൻ്റെ പ്രാർത്ഥന ആരാ പഠിപ്പിക്കേണ്ടേ? സൺഡേ സ്കൂളിൽ പോകുമ്പോഴല്ല, പിന്നെയോ വീട്ടിൽ നിന്ന് വെച്ച് പഠിക്കണം അല്ലേ? വീട്ടിൽ നിന്നാണ് പഠിക്കുന്നത്. നിങ്ങൾ പലരും എന്ത് ചെയ്തിട്ടുണ്ട്? വീട്ടിൽ നിന്ന് തന്നെയാണ് പഠിച്ചത് അല്ലേ? കാരണം വീട്ടിലത് ആരെങ്കിലും ഇനി ട്യൂഷൻ ഇരുത്തി പഠിപ്പിക്കുകയാണോ? ചൊല്ലടാ എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുകയാണോ? അല്ല, പിന്നെ എങ്ങനെയാണ് പഠിക്കുന്നത്? എങ്ങനെയാണ് പഠിക്കുന്നത്? ഈ ഇച്ചിരി ഉറക്കെ പറയണേ. കുടുംബ പ്രാർത്ഥന അല്ലേ? ഓക്കെ, കുടുംബ പ്രാർത്ഥന നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടോ? കുടുംബ പ്രാർത്ഥന ഉള്ളവരെ കേൾപ്പിക്കേ. കുടുംബ പ്രാർത്ഥന എന്നാന്നറിയാവോ? രാവിലെയും വൈകുന്നേരവും വീട്ടിൽ എല്ലാവരും കൂടെ ചേർന്നിരുന്ന് പാട്ടുപാടി പ്രാർത്ഥിക്കുന്നതിനാണ് കുടുംബ പ്രാർത്ഥന പറയുന്നത്. ഓക്കെ, ഏതാണ്ട് എല്ലാവരുടെയും വീട്ടിലുണ്ട്. വളരെ സന്തോഷം. ദൈവം നിങ്ങളുടെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കും. അതോടെ ചൊല്ലുന്നുണ്ടല്ലേ? ആ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. ചൊല്ലുമ്പോൾ കേട്ടാണ് നമ്മളത് പഠിക്കുന്നത് അല്ലേ? പാട്ടുകളൊക്കെ നിങ്ങൾ ആരെ പഠിപ്പിച്ച? സെക്കുലർ പാട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സിനിമാ പാട്ടോ അല്ലാതെ പാട്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? കവിതയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ കേട്ട് പഠിച്ചു. അത് നമ്മൾ ആരെയും പഠിപ്പിച്ചു? അത് നമ്മൾ കേട്ട് ഇഷ്ടംപോലെ കേൾക്കാനുണ്ടല്ലേ? പക്ഷേ ക്രിസ്തീയ പാട്ടുകൾ ആര് പഠിപ്പിക്കണം? ഒന്നുകിൽ വീട്ടിൽ പാടണം അല്ലേ? വീട്ടിൽ പാടിയാലേ അറിയത്തില്ല, ഇല്ലെങ്കിൽ പാടാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇവിടെ പള്ളി വരുമ്പോൾ ഇത് പാട്ട് കേൾക്കാം. അങ്ങനെയാണ്. ഓക്കെ, വിശ്വാസ പ്രമാണം എവിടുന്നാണ് പഠിക്കുന്നത്? സ്ത്രീജനത്തിനാണ് പഠിക്കുന്നത്. ഓക്കെ, എത്ര വിശ്വാസ പ്രമാണമുണ്ട്? 3. ഏതെല്ലാം? ഓക്കെ, വിശ്വാസ പ്രമാണവുമായിട്ട് ബന്ധിപ്പിച്ച് നിക്ക വിശ്വാസ പ്രമാണവുമായിട്ട് ബന്ധിപ്പിച്ച് ഈ ഒരു വർഷത്തിൻ്റെ പ്രത്യേകത എന്താ? 2024 പ്രത്യേകത പത്രത്തിലൊക്കെ വെണ്ടയ്ക്ക പ്രമാണത്തിൽ മിക്കവാറും എഴുതി വരുന്നുണ്ട്. നിക്ക വിശ്വാസ പ്രമാണവും ഈ 2025 പ്രത്യേകത അല്ലെങ്കിൽ ബന്ധം. ആരെങ്കിലും ഓർക്കുന്നുണ്ട്? എവിടെയെങ്കിലും പത്രം വായിച്ചേ? അല്ലോ, പത്രം വായിക്കുന്നവരെ കേൾപ്പിക്കേ. പത്രം വായിക്കുന്നവർ ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പത്രം വായിക്കുന്നവർ കേൾപ്പിക്കേ. ന്യൂസ് കാണുന്നവർ കേൾപ്പിക്കേ. ന്യൂസ് കാണുന്നവർ ടി വിയിലോ മൊബൈലിലോ ന്യൂസ് കാണുന്നവർ കേൾപ്പിക്കേ. ഓക്കെ, ഏതത്? ഓക്കെ, ന്യൂസും എന്ത് ചെയ്യണം? കേൾക്കണം. എന്നാലും നമ്മൾ ചുറ്റുപാട് എന്നാ സംഭവിക്കുന്നത് നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. പത്രം എന്ത് ചെയ്യണം? വായിക്കണം. പത്രത്തിൽ ഇതെല്ലാം വരുന്നുണ്ട് അല്ലേ? റിട്ടേണായിട്ട് വരുന്നുണ്ട്. ഓക്കെ, എന്താ ഈ വർഷത്തിൻ്റെ പ്രത്യേകത? ഓക്കെ, നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് ചെല്ലാന്ന് കൂട്ടിക്കൂ. നിങ്ങൾ ആരാ? നിങ്ങൾ ക്രിസ്ത്യാനികളാണ് അല്ലേ? ക്രിസ്ത്യാനിയാ. ഓക്കെ, അങ്ങനെയാണ്. നിക്ക വിശ്വാസ പ്രമാണവും ഈ വർഷമായിട്ടുള്ള ബന്ധം എന്താണ്? 10 മാർക്കിൻ്റെ ചോദ്യം. ഈ വർഷത്തിന് തുടക്കം മുതലേ എന്ത് ചെയ്യുന്നു? പത്രത്തിൽ വരുന്നുണ്ട് അല്ലേ? നമ്മുടെ ഈസ്റ്റ് കേരള മഹാടവിയിലെ അഭിനന്ദ തിരുമേനിമാരും കൊച്ചമ്മമാരും എല്ലാം കൂടെ എന്ത് ചെയ്യുന്നു? കഴിഞ്ഞ പ്രാവശ്യം 2-3 മാസം മുമ്പ് നിക്കയിൽ അവർ പോയി. ഈ വിശ്വാസ പ്രമാണം ബന്ധിപ്പിച്ചാണ് അവിടെ പോയി. നിക്കായി പോയി വിശ്വാസ പ്രമാണം ക്രോഡീകരിച്ച ആ സ്ഥലങ്ങളൊക്കെ കണ്ടു. അവിടെ പോയി വിശ്വാസ പ്രമാണമൊക്കെ ഉള്ള ശബ്ദത്തിൽ അങ്ങോട്ട് ചൊല്ലി. ഞങ്ങളെല്ലാവരും കൂടിയാട്ടോ ചൊല്ലി. അതേക്കുറിച്ച് ഒരു 20 മിനിറ്റ് നേരം ഒരു വിശദീകരണമൊക്കെ അന്ന് നൽകപ്പെട്ടു ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട്. എന്നാ പ്രത്യേകത? 1700-ാം വാർഷികമാണ്. നിക്ക വിശ്വാസ പ്രമാണത്തിൻ്റെ 1700-ാം വാർഷികമാണ് ഈ 2025. മനസ്സിലായല്ലോ? സാന്ദർഭികമായിട്ട് പറഞ്ഞതാണ്. ഓക്കെ, നമ്മളതെല്ലാം ചുറ്റുപാടെല്ലാം സംഭവിക്കുന്നതെന്ന് അറിയണം, ഓർത്തിരിക്കണം എന്നറിയാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, പിന്നെ നമ്മൾ 10 കൽപ്പനകൾ എവിടുന്നാണ് പഠിക്കുന്നത്? എന്നാ പഠിക്കുന്നത്? 10 കൽപ്പനയെന്ന് പറഞ്ഞ് പഠിക്കുന്നത് എന്നാ? അത് സ്ഥിരീകരണ ക്ലാസ്സിലേ പഠിക്കുന്നുള്ളൂ അല്ലേ? സൺഡേ സ്കൂളിലും പഠിക്കുന്നില്ല. പിന്നെ എവിടെയാണ് പഠിക്കുന്നത്? സ്ഥിരീകരണ ക്ലാസ്സിലേ പഠിക്കുന്നത്. ഇനിയിപ്പോൾ സ്ഥിരീകരണം കഴിക്കാനായിട്ട് ക്ലാസ്സിൽ പോയില്ലെങ്കിൽ എന്നാ ചെയ്യും? അവർ വല്ലതും പഠിക്കുമോ? അതും പഠിക്കുന്നില്ല. പിന്നെ അവരെന്ത് ചെയ്യും? അവർ സ്ഥിരീകരിപ്പാണ് ഇവിടെ കൊണ്ടുവരും. പിന്നെ അത് വളരെ വളരെ നമ്മൾ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ വന്നത്? വണ്ടിക്ക് വന്നോ നടന്നു വന്നോ എന്നല്ല ചോദ്യം. എങ്ങനെയാണ് നിങ്ങൾ ഇന്ന് സ്ഥിരീകരണത്തിന് വന്നത്? സ്ഥിരീകരണം എന്ന് പറഞ്ഞാൽ എന്താ? വാക്കിൻ്റെ അർത്ഥം ഉറപ്പിക്കുക അല്ലേ? സ്ഥിരീകരണം എന്ന് പറഞ്ഞാൽ സ്ഥിരീകരിക്കുക, ഉറപ്പിക്കുക, കൺഫേം ചെയ്യുക അല്ലേ? എന്താണ് കൺഫേം ചെയ്യുന്നത്? എന്താണ് ഉറപ്പിക്കുന്നത്? എന്താണ് സ്ഥിരീകരിക്കുന്നത്?
ഓക്കെ, അച്ഛൻ അതൊന്ന് പറഞ്ഞായിരുന്നു. പാഠങ്ങൾ വായിക്കുന്നതിന് മുമ്പ് പറഞ്ഞു എന്ത് തിരിയണം കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ മാതാപിതാക്കന്മാരും നിങ്ങളുടെ ബപ്തിസ്മ സമയത്ത് സ്നാന സമയത്ത് നിങ്ങൾക്ക് വേണ്ടി എടുത്ത പ്രതിജ്ഞകളും ഉത്തരവാദിത്തങ്ങളെല്ലാം ഇന്ന് നിങ്ങൾ സ്വയമായിട്ട് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയാണ് ഇന്നിവിടെ വന്നിരിക്കുന്നതെന്ന് അച്ഛൻ ആമുഖത്തിൽ എന്ത് ചെയ്തു, അത് പറഞ്ഞു കേട്ടെ. എന്നിട്ട് പറഞ്ഞു അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ദൈവവചനങ്ങളെ കേട്ടുകൊള്ളുവീൻ എന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെ പറഞ്ഞ് വേദവചനമൊക്കെ വായിച്ചു. ഇന്ന് നമ്മൾ സുവിശേഷ വേദഭാഗമാണ്, അതിനോട് കൃത്യമായിട്ടും ആ വേദഭാഗങ്ങൾ വായിച്ചു. ബാക്കിയെല്ലാം പ്രതിഷ്ഠാദിന പെരുന്നാളായതിനാൽ പെരുന്നാളിൻ്റെ വേദഭാഗങ്ങളാണ് നമ്മൾ വായിച്ചത്. ഓക്കെ, അപ്പോൾ അന്ന് ബപ്തിസ്മയിൽ നിങ്ങൾക്ക് എത്ര വയസ്സ് കാണും? നിങ്ങളെല്ലാവരും ചെറുപ്പക്കാരാണല്ലോ, കുഴപ്പമില്ല. ഓക്കെ, എത്ര വയസ്സ് കാണും അന്ന് നിങ്ങൾക്ക് ഉദ്ദേശം? 1 മാസം, 2 മാസം, 3 മാസം, ഏതായാലും 1 വയസ്സില്ല അല്ലേ. കുഞ്ഞുനാളിൽ നിങ്ങളെന്ത് ചെയ്തു? നിങ്ങളുടെ പേരൻസ് ഇവിടെ കൊണ്ടുപോകും. അപ്പനും അമ്മയും ഞാനാ മാതാപിതാക്കന്മാരെല്ലാം കൂടെ വന്നു. ഈ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കന്മാർ വന്നിട്ടുള്ളൊരു മാതാപിതാക്കന്മാർ ഓക്കെ ഫ്രേസിലോ ഓക്കെ, ഞാനാ മാതാപിതാക്കന്മാർ വന്നിട്ടുള്ളൊരു വീക്ക് ഞാനാ മാതാപിതാക്കന്മാർ ഓക്കെ. ഈ പറഞ്ഞ ആൾക്കാരെല്ലാം കൂടെ എന്ത് ചെയ്തു? നിങ്ങൾ കുഞ്ഞുനാളിൽ എന്ത് ചെയ്തു? പള്ളിയിൽ കൊണ്ടുവന്നു സ്നാനപ്പെടുത്തണമെന്ന് പറഞ്ഞു. ഉടനെ അച്ഛൻ എന്ത് ചെയ്തു? നിങ്ങളുടെ അവിടെ മേടിച്ചു. അവിടെ നിന്ന് എന്ത് ചെയ്തു? നിങ്ങളെ സ്നാനപ്പെടുത്തി. സ്നാനപ്പെട്ടതെന്ന് നിങ്ങൾ ആരായിത്തീർന്നു? സ്നാനം ഏറ്റപ്പോൾ നിങ്ങൾ ആരായിത്തീർന്നു? ദൈവവേദലായി തീർന്നു. പിടിക്ക്. പിന്നെ സഭയിലെ അംഗമായി തീർന്നു. ഓക്കെ, പിന്നെ ദൈവരാജ്യത്തിന് അവകാശിയായി തീർന്നു അല്ലേ. ഒത്തിരി സ്ഥാനങ്ങൾ നമുക്ക് ലഭിച്ചു അല്ലേ, അവകാശങ്ങൾ നമുക്ക് ലഭിച്ചു. അതുവരെ നിങ്ങൾ ദൈവാലയത്തിൽ വരുന്നിടം വരെ നിങ്ങളൊരു സാധാരണ കുഞ്ഞായിരുന്നു, സാധാരണ ഒരു മനുഷ്യ കുഞ്ഞായിരുന്നു. സ്നാനം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആരായി തീർന്നു? ദൈവ പൈതലായിട്ട് മാറി. ആരായി മാറി? ദൈവ പൈതലായിട്ട് മാറി. ഓക്കെ, മറ്റുള്ള കുഞ്ഞുങ്ങൾ നിങ്ങൾ അവിടെ വരുന്നിടം വരെ നിങ്ങൾ സാധാരണ ഒരു പൈതലായിരുന്നു. സ്നാനം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആരായി തീർന്നു? ദൈവ പൈതലായിട്ട് തീർന്നു. ഓക്കെ, ദൈവ പൈതലായിട്ട് തീർന്നതിന് ശേഷം അവിടുന്ന് സ്നാനം കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്നു. മധുവായിലെ അന്നത്തെ അച്ഛൻ എന്ത് ചെയ്തു? നിങ്ങളെ കരങ്ങളെടുത്തു, ആ കർത്തൃമേശയെ കൊണ്ടുപോയി നിങ്ങൾ അവിടെ സമർപ്പിച്ചു. കർത്താവേ, ഈ പൈതലിനെ ഞാൻ അങ്ങയുടെ സന്നിധി സമർപ്പിക്കും. ഇവൾ അല്ലെങ്കിൽ ഇവൻ എന്നേക്കും അങ്ങിക്കൊള്ളുവാനായിട്ട് എന്നൊക്കെ പറഞ്ഞു അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചതിന് ശേഷം എന്ത് ചെയ്തു? നിങ്ങളുടെ പേരൻസിൻ്റെ തിരിച്ചു കൊടുത്തു അല്ലേ. നിങ്ങളെ ഇവിടെ സമർപ്പിച്ചു. നിങ്ങളെ ദേവാലയത്തിൽ ദൈവത്തിനായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? സമർപ്പിച്ചു. ഓക്കെ, ആ സമർപ്പണത്തെക്കുറിച്ച് അറിയാനായിട്ടൊരു കാര്യം ചേർത്ത് പറയട്ടെ. നമ്മളെന്തെങ്കിലും കൊണ്ടൊന്ന് സമർപ്പിച്ചാൽ നമ്മൾ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ? അല്ലേ, അവിടെ ആദ്യപോലെ സമർപ്പണം വെച്ചിട്ടുണ്ടല്ലേ. ഇവിടെ ഒരു അപ്പച്ചൻ കുറച്ച് മുമ്പ് നമ്മൾ ആരാന ഘോഷയാത്ര പോയ സമയത്ത് ഒരു അപ്പച്ചൻ കൊട്ട നിറച്ച് സാധനങ്ങളായിട്ട് മുകളിക്കൂടെ ഇറങ്ങി വരുന്നുണ്ട് അല്ലേ. ഇവിടെ സമർപ്പിക്കാൻ കൊണ്ട ദൈവത്തിന് ദൈവാലയത്തിൽ സമർപ്പിക്കാൻ കൊണ്ട ദൈവസന്നിധി അർപ്പിക്കുകയാണ്. ആ അപ്പച്ചൻ അതേപടി തിരിച്ചു കൊണ്ടുപോകുമോ? ഇത് ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കൊണ്ടുപോകുമോ? കൊണ്ടുപോകത്തില്ല അല്ലേ. നിങ്ങൾ കൊണ്ടുവന്നു എന്ത് ചെയ്തില്ല? കൊണ്ടുപോകത്തില്ല അല്ലേ. അത് കൊണ്ടുപോകുന്നതിന് ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അവന് തത്തുല്യമായ ഒരു പേയ്മെൻറ്റ് ഇവിടെ നടത്തിയാൽ മാത്രമേ അത് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. നിങ്ങളെന്ത് ചെയ്തു? നിങ്ങൾ ദേവാലയത്തിൽ ദൈവത്തിനായിട്ട് സമർപ്പിച്ചു. അപ്പോൾ നിങ്ങൾ വളരേണ്ടത് എവിടെയാണ്? യഥാർത്ഥത്തിൽ ദേവാലയത്തിൽ തന്നെയാണ് വളരേണ്ടത് അല്ലേ. അപ്പോൾ നിങ്ങളുടെ ഈ പ്രായമെല്ലാം കണക്കാക്കി എന്ത് ചെയ്തു? അച്ഛൻ പറഞ്ഞു, ഈ കൊച്ചിനെ എന്ത് ചെയ്യണം? നിങ്ങൾ കൊണ്ടുപോയി പൊന്നുപോലെ വളർത്തണം. പൊന്നുപോലെ വളർത്തണം എന്ന് പറഞ്ഞാൽ നല്ല കുഞ്ഞായിട്ട് ഈ കൊച്ചിനെ വളർത്തണം. ഈ കുഞ്ഞ് ആരാ? ദൈവ പൈതലാണ്. ഈ കുഞ്ഞ് ദൈവ പൈതലാണ്. ഈ കുഞ്ഞിനെ ദൈവ പൈതലായിട്ട് തന്നെ വളർത്തണം. അതിനുവേണ്ടി ചില നിർദ്ദേശങ്ങൾ പറഞ്ഞ് ഈ കൊച്ചിനെ എന്ത് ചെയ്യണം? ഈ കൊച്ചിനെ കർത്താവിൻ്റെ പ്രാർത്ഥന പഠിപ്പിക്കണം. ആരോടാ പറഞ്ഞു വിട്ടെ? മാതാപിതാക്കന്മാരോടും ജ്ഞാനമാതാപിതാക്കന്മാരോടെ പറഞ്ഞ് സൺഡേ സ്കൂൾ അധ്യാപകരോടല്ല പറഞ്ഞു. ഈ കൊച്ചിനെ എന്നാ ചെയ്യണം? കർത്താവിൻ്റെ പ്രാർത്ഥന പഠിപ്പിക്കണം. പിന്നെ 10 കൽപ്പന പഠിപ്പിക്കണം. പിന്നെ വിശ്വാസ പ്രമാണം പഠിപ്പിക്കണം. പിന്നെ ഒരു ക്രിസ്ത്യാനിൻ്റെ ആത്മാവിൻ്റെ സൗഖ്യത്തിനായി അറിഞ്ഞു വിശ്വസിക്കുന്ന സകല സംഗതികളും എന്ത് ചെയ്യണം? ഈ കൊച്ചിനെ പഠിപ്പിക്കണം. പഠിപ്പിച്ചതിന് ശേഷം സ്ഥിരീകരിപ്പാനായിട്ട് എപ്പിസ്കോപ്പയുടെ അടുക്കൽ കൊണ്ടുചെല്ലാൻ നിങ്ങൾ കരുതിക്കൊള്ളണം. എന്നിട്ട് ചോദിച്ചു, ഈ കാര്യങ്ങളെല്ലാം ചെയ്യുവാനും പഠിപ്പിക്കുവാനും നിങ്ങൾ ബദ്ധശ്രദ്ധരായിരിക്കുമോ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും അച്ഛാ, ഞങ്ങൾ കൊണ്ടുപോയി വളർത്തിക്കൊള്ളാം, കൊണ്ടുവരാം. അങ്ങനെ അവർ പോയതാ. എന്നാ പോയത്? 14 വർഷം മുമ്പ് പോയതാ. ഇതേ അവരിപ്പോൾ നിങ്ങളെ കൊണ്ടുവന്നിരിക്കുകയാണ്. അന്ന് അവരെടുത്ത പ്രതിജ്ഞയാണ്. ഇതെല്ലാം പഠിപ്പിച്ചിട്ട് എന്ത് ചെയ്തോളാം? ഞങ്ങളിവിടെ കൊണ്ടാകും. എപ്പിസ്കോപ്പ എന്ന് പറഞ്ഞാൽ ആരാണ്? ബിഷപ്പ് അല്ലേ. ബിഷപ്പിൻ്റെ അടുത്ത് കൊണ്ട് തിരുമേനി, ബിഷപ്പ്, എപ്പിസ്കോപ്പ എന്നാ ചെയ്യണം? ഇതേ പറഞ്ഞ പോലെ ഞങ്ങൾ കൊച്ചിനെ കൊണ്ടുവന്നിട്ടുണ്ട്, എന്ത് ചെയ്യുക? സ്ഥിരീകരിച്ച് കൊണ്ടുപോകണം. ഇനി ഞങ്ങൾക്ക് ഉത്തരവാദിത്തം, ഈ പറഞ്ഞ ഉത്തരവാദിത്തം ഒന്നും ചെയ്തില്ല. ഞങ്ങൾ അന്നെടുത്ത ഉത്തരവാദിത്തം മുഴുവൻ എന്ത് ചെയ്യുന്നുണ്ട്?
ഇവരെ പഠിപ്പിച്ചിട്ടുണ്ട്, അവർ ചെയ്തോളും. എപ്പിസ്കോപ്പ കൊണ്ടുവന്നിരിക്കുക. ഇവർ കൊണ്ടുവന്നാൽ മാത്രം പോലെ എപ്പിസ്കോപ്പ എന്ത് ചെയ്യും? ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും അല്ലേ? അതിൻ്റെ ഭാഗമാണ് ഇതും. പിന്നീട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്തു? ആ പ്രതിജ്ഞകളെല്ലാം നിങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾ എന്ത് ചെയ്യാണ്? ഒരു ക്രിസ്തീയ പൈതലായിട്ട് മുമ്പോട്ട് പോവുകയാണ്. അപ്പം സ്നാനസമയത്ത് തുടങ്ങിയ ഒരു പ്രക്രിയയാണ് ഇത് അല്ലേ? അന്ന് നിങ്ങളുടെ പ്രായം ഹേതുവായിട്ട് എന്ത് ചെയ്തില്ലായിരുന്നു? നിങ്ങൾക്കറിയത്തില്ലായിരുന്നു ഈ കാര്യങ്ങൾ. നിങ്ങളത് എന്ത് ചെയ്തിരിക്കും? ഇപ്പോൾ അത് പഠിച്ചിരിക്കും. പഠിച്ച് കർത്താവിൻ്റെ പ്രാർത്ഥന, 10 കൽപ്പന, വിശ്വാസപ്രമാണം എന്ന് വേണ്ട സകല സംഗതികളും എന്ത് ചെയ്തിരിക്കുകയാണ്? നിങ്ങൾ പഠിച്ചിരിക്കുകയാണ്. പഠിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഇതനുസരിച്ച് ഞങ്ങൾ ജീവിക്കും എന്നാണ് നിങ്ങളിവിടെ ഉറപ്പിക്കുന്നത്. ഇതനുസരിച്ച് ഞങ്ങൾ എന്ത് ചെയ്യും? ജീവിക്കും. ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, വളരെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചോദ്യം ഇവിടെ ഉത്തരം പറയുന്നുണ്ട്. ഉത്തരം ഞാൻ ചെയ്യും, ഞാൻ ഉപേക്ഷിക്കുന്നു, ഞാൻ സ്വീകരിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ദൈവസഹായത്തിന് ചെയ്യും എന്നൊക്കെ പറഞ്ഞാണ് നമ്മളിവിടെ പ്രതിജ്ഞകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞാൽ എന്ത് ചെയ്യണം? അതനുസരിക്കാനുള്ള ബാധ്യത നമുക്ക് ഉണ്ട് അല്ലേ? അപ്പം അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്നത് എപ്പോഴും എന്താണ്? ദൈവത്തിൻ്റെ വചന വായനയാണ്. ഇതിനകത്താണ് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ഇത് എല്ലാം പറഞ്ഞിരിക്കുന്നത്. കൽപ്പനകൾ പ്രമാണിക്കുന്നതിൻ്റെ, ദൈവവചനം പ്രമാണിക്കുന്നതെല്ലാം ഇസ്രായേലിൻ്റെ ചരിത്രവുമായിട്ട് ബന്ധിപ്പിച്ചാണ് എല്ലാം പറഞ്ഞിരിക്കുന്നത്. ഒരു ആരാധന എങ്ങനെയാണ്, ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം തുടങ്ങിയുള്ള കാര്യങ്ങൾ മുഴുവനും എന്ത് ചെയ്തിരിക്കുന്നു? ഈ വേദപുസ്തകത്തിൽ ഉണ്ട്. ഓക്കെ, നമ്മൾ ഈ വേദപുസ്തകം എന്ത് ചെയ്യണം? കൽപ്പന 10 അറിയാവുന്നവർ കൈവയ്ക്ക്. 10 കൽപ്പന അറിയാവുന്നവർ 10 കൽപ്പന അറിയാവുന്നവർ. ഓക്കെ, മൻ കൈവയ്ക്കായിരുന്നോ? 8 അറിയാമോ? കൈ കാണത്തില്ല. ഓക്കെ, എല്ലാവർക്കും അറിയാം. ഓക്കെ, മിടുക്കന്മാരും മിടുക്കികളും. വിശ്വാസപ്രമാണം 2 അറിയാവുന്നവർ കൈവയ്ക്കുക. 2 വിശ്വാസപ്രമാണം അറിയാവുന്നവർ കൈവയ്ക്കുക. ഓക്കെ, നമ്മൾ ഏത് പള്ളിക്കാരാ? നമ്മുടെ പള്ളിയുടെ സഭയുടെ പേരെന്നാ? ക്രൈസ്റ്റ് ചർച്ച് എന്നല്ല, നമ്മുടെ സഭ ഏത് സഭക്കാരാണ്? നമ്മൾ CSI. കൈതാത്തിട്ട് മറ്റ് ഏതെങ്കിലും സഭയുടെ പേര് നിങ്ങൾക്കറിയാമോ? CNI. പിന്നെ നമ്മൾ നെരിമറ്റത്ത് ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഒരു പള്ളിയും വേറെ പള്ളി ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? ഉണ്ടോ? നെരിമറ്റത്ത് ഇങ്ങോട്ട് കയറി വരുമ്പോൾ വേറെ പള്ളി ഉണ്ടോ? ഇടയ്ക്ക് ഉണ്ടോ? താഴത്തെ നമ്മുടെ പള്ളി അല്ലാതെ വേറെ പള്ളിയില്ല അല്ലേ? ഓക്കെ, നമുക്ക് പേട്ട തൊട്ട് കൂട്ടാം. പേട്ടയിൽ നിന്ന് ഇങ്ങോട്ട് വന്നാൽ എത്ര പള്ളിയുണ്ട്? ഏതെങ്കിലും ഒരു പള്ളിയുടെ പേര് പറഞ്ഞേ. നമ്മുടെ പള്ളി അല്ലാത്ത, CSI പള്ളി അല്ലാത്തൊരു സഭയുടെ പേര് പറഞ്ഞേ. ഉറക്കെ പറഞ്ഞേ. അല്ല, പള്ളി പറഞ്ഞാൽ മതി. ഏത് പള്ളിയുടെ പേരല്ല പറഞ്ഞേ. വേറെ പള്ളികൾ, CSI പള്ളി എന്ന് പറഞ്ഞ പോലെ വേറൊരു പള്ളിയുടെ പേര് പറഞ്ഞു. ഉറക്കെ പറഞ്ഞു. കത്തോലിക്ക സഭ അല്ലേ? RC ചർച്ച് അല്ലേ? കത്തോലിക്ക പള്ളി, കത്തോലിക്ക സഭ എന്ന് പറയണം. പിന്നെ ഏതാ ഉള്ളത്? പെന്തക്കോസ്ത് സഭകൾ, പിന്നെ മാർത്തോമ, യാക്കോബ, ഓർത്തഡോക്സ് എന്ന് വേണ്ട ധാരാളം സഭകൾ അല്ലേ? ധാരാളം സഭകൾ. ഇന്ത്യയിൽ തന്നെ 2000 ചില്ലുവാനും സഭകളുണ്ടെന്നാണ് ഈ പറയുന്ന എണ്ണമല്ല, ഈ സഭാ വിഭാഗങ്ങളുണ്ടെന്നാണ് അതിൻ്റെ ഒരു കണക്ക്. നമ്മൾ ഏത് സഭയാണ്? CSIയുടെ ഫുൾ ഫോം എന്താണ്? ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ അല്ലേ? ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എന്നാണ് ഉണ്ടായത്? എത്ര വർഷമായി? അല്ലെങ്കിൽ ഏത് വർഷം ഉണ്ടായത്? 1947 അല്ലേ? ഇന്നേക്ക് ഏതാണ്ട് എത്ര വർഷമായി കാണും? ഒരു 70-79 വർഷമായി കാണും അല്ലേ? ഓക്കെ, നമ്മുടെ ഈ പള്ളി ഉണ്ടായിട്ട് എത്ര വർഷമായി? 143 വർഷം അല്ലേ? അപ്പോൾ 143 മൈനസ് CSI സഭയുടെ വർഷം 80 കൂട്ടി, കണക്കൂട്ട എളുപ്പത്തിന് 80 കൂട്ടി, 80 പിന്നെയും വർഷം ബാക്കി നിൽക്കുകയല്ലേ? അന്നേരം നമ്മൾ ഏത് പള്ളിക്കാരാണ്? അതിന് മുമ്പ് CSI ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മുടെ പള്ളി ഏതായിരുന്നു? സഭ ഏതായിരുന്നു? ഏതായിരുന്നു? ഇതൊന്നും ഞങ്ങൾ പഠിപ്പിച്ചില്ലല്ലോ അല്ലേ? പഠിപ്പിക്കാത്ത ആളെ നിങ്ങൾ എന്തറിയുന്നതാണ് അറിയേണ്ടത് അല്ലേ? അതിനു മുമ്പ് നമ്മൾ ഏത് സഭയായിരുന്നു? CMS എന്ന് പറഞ്ഞാൽ ഏത്? ഇന്നത്തെ അറിയപ്പെടുന്ന CMS ആണോ അതോ അല്ലാതെ ആണോ? വ്യത്യാസം വല്ലതും ഉണ്ടോ? അറിയാമോ? ഇന്ന് CMS ചർച്ച് എന്ന് പറഞ്ഞാൽ വേറെ ചർച്ചുണ്ട്, അതല്ല. നമ്മൾ CMS എന്ന് പറയുന്നത് ചർച്ച് ഓഫ് മിഷൻ സൊസൈറ്റിയുടെ കീഴിലുണ്ടായിരുന്ന സഭകളാണ്. ആംഗ്ലിക്കൻ പാരമ്പര്യമുള്ള സഭയാണ്. അതെല്ലാം കൂടെ എന്ത് ചെയ്തു? CSI എന്ന സഭയിൽ എന്ത് ചെയ്തു? ലയിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്ന ഇപ്പോഴുള്ള CMS എന്ന് പറയുന്നത് വേറെ CMS ആണ്. കേരള CMS എന്ന് നമ്മൾ സാധാരണ പറയും. അല്ലെ CMS ആംഗ്ലിക്കൻ എന്ന് പറഞ്ഞാൽ അവർ പ്രത്യേകമായിട്ട് ഒരു സഭയുണ്ട് ഇപ്പോൾ. അതല്ല നമ്മൾ സഭ
CSI സഭയാണ്, ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയാണ്. ഓക്കെ, ഈ സഭകൾ കേരളത്തിൽ നമ്മളിതെങ്ങനെയാണ് ഇത് രൂപപ്പെട്ടതെന്ന് നമ്മൾ പഠിക്കുന്നത്. എത്ര സഭകളെല്ലാം ചേർന്നാണ് ഉണ്ടായത്? CSI 1947 രൂപപ്പെട്ടപ്പോൾ ഏതെല്ലാം സഭകൾ ചേർന്നാണ് ഇതുണ്ടായത്, ഈ സഭ ഉണ്ടായത്? അല്ലെങ്കിൽ മുമ്പേ പറഞ്ഞ RC ചർച്ചും യാക്കോബ ചർച്ചും മാർത്തോമാ ചർച്ചും ഓർത്തഡോക്സ് ചർച്ചും പെന്തക്കോസ്ത് ചർച്ചുകളുമായിട്ടുള്ള വ്യത്യാസം എന്താണ്? നമ്മുടെ സഭ CSI സഭയാണ്, ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയാണ്. അങ്ങനെയാണ് ആ സഭകളും ഈ സഭയും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഞാൻ തന്നെ പറയാം. നമ്മുടെ സഭ ഒരു ഐക്യസഭയാണ്. എന്നാ സഭയാ? ഐക്യസഭ. ഐക്യസഭ എന്ന് പറഞ്ഞാൽ എന്നാ സഭയാണ്? ഐക്യമെന്ന് പറഞ്ഞാൽ എന്താ? ഐക്യം എന്ന് പറഞ്ഞാൽ എന്താ? ഐക്യമുന്നണി. രാഷ്ട്രീയം പറയുമ്പോൾ ഐക്യമുന്നണി എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു പാർട്ടി, ഏതെങ്കിലും ഒരു പാർട്ടി, ഇപ്പോൾ ഒന്നെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി, ഒരു പാർട്ടി ഉള്ളെങ്കിൽ നമ്മൾ അതിന് ഐക്യമുന്നണി എന്ന് പറയുമോ? ഇല്ല. ഒന്നും കൂടെ ചേരുവാടെ തന്നെ പറയും ഐക്യമുന്നണി. ഒന്നിലധികം മുന്നണികൾ ചേരുമ്പോഴാണ് ഐക്യമുന്നണിയാണ്, അതല്ലേ? ഒന്നിലധികം സഭകൾ ചേരുമ്പോഴാണ് ഐക്യസഭ ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സഭ ഐക്യസഭ എന്ന് പറയുമ്പോൾ ഏതെല്ലാം സഭകളാണ് ഉണ്ടായത്? സഭാ പാരമ്പര്യങ്ങൾ ഞാൻ മുമ്പേ പറഞ്ഞത് എന്നോട് പറയാം. LMS ഉണ്ടായിരുന്നു, ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ കീഴിലുള്ള LMS ഉണ്ടായിരുന്നു, ബാസൽ മിഷൻ ഉണ്ടായിരുന്നു, BMS എന്ന് പറയുന്ന സഭ ഉണ്ടായിരുന്നു, CMS കൊണ്ട് ചേർന്ന് എന്ത് ചെയ്തു? നമ്മുടെ സഭ ഉണ്ടായി. അല്ലെങ്കിൽ മെത്തഡിസ്റ്റ് സഭയുടെ കുറേ ഭാഗങ്ങൾ ചേർന്ന് എന്ത് ചെയ്തു? നമ്മുടെ സഭ ഉണ്ടായി. അതെല്ലാം വ്യത്യസ്തമായ സഭാ പാരമ്പര്യങ്ങളാണ്. CMS എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ ആംഗ്ലിക്കൻ സഭയുടെ മിഷണറി വിങ് ആണ്. ഏത്? CMS എന്ന് പറയും, ചർച്ച് മിഷൻ സൊസൈറ്റി എന്ന് പറയും. അതുകൊണ്ട് അവരിവിടെ സഭ സ്ഥാപിച്ചപ്പോൾ അവരുടെ ആരാധന രീതി ഏതായിരുന്നു? ആംഗ്ലിക്കൻ പാരമ്പര്യമായിരുന്നു. അതുകൊണ്ട് CMS ഏത് രീതി അറിയപ്പെടുന്നു? നമ്മളെല്ലാം ഏത് രീതി അറിയപ്പെടുന്നു? ആംഗ്ലിക്കൻ പാരമ്പര്യം എന്ന് അറിയപ്പെടുന്നു. തെക്കൻ തിരുവിതാംകൂറിൽ, തിരുവനന്തപുരം തുടങ്ങിയ സൈഡിൽ LMS ആണ് ഉണ്ടായത്, ലണ്ടൻ മിഷനാണ് ഉണ്ടായത്. അവിടെ ആ സഭയ്ക്ക് ഇങ്ങനെ അച്ഛന്മാർ അങ്ങനെ ഇല്ലായിരുന്നു. അത് അവർ കോൺഗ്രിഗേഷൻ ബാക്ക്ഗ്രൗണ്ട് എന്നാണ് പറയുന്നത്. കോൺഗ്രിഗേഷൻ ബാക്ക്ഗ്രൗണ്ട്. നമ്മുടെ എപ്പിസ്കോപ്പൽ ബാക്ക്ഗ്രൗണ്ട് പാരമ്പര്യം, അവരുടെ കോൺഗ്രിഗേഷൻ ബാക്ക്ഗ്രൗണ്ട്. BMS വടക്കൻ കേരളത്തിലൊക്കെ എന്തായിരുന്നു? അവിടെ ബിഷപ്പന്മാരില്ല, പക്ഷെ അച്ഛന്മാരുണ്ട്. അത് അവർ പ്രെസ്ബിറ്റേറിയൻ ബാക്ക്ഗ്രൗണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എപ്പിസ്കോപ്പൽ, പ്രെസ്ബിറ്റേറിയൻ, കോൺഗ്രിഗേഷൻ, മെത്തഡിസ്റ്റ്, ഇങ്ങനെ 4 വ്യത്യസ്തമായ പാരമ്പര്യങ്ങൾ ചേർന്നാണ് നമ്മുടെ സഭ ഉണ്ടായത്. മനസ്സിലായല്ലോ? അങ്ങനെയാണ് ഐക്യസഭ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വടക്കൻ കേരളത്തിലും വടക്കൻ ഇന്ത്യയിലും അങ്ങനെ ഉണ്ടായി. CNI എന്ന് പറയുന്ന സഭ ഉണ്ടായി. 1970 ആ സഭ രൂപീകൃതമായത്. ഓക്കെ, മറ്റ് സഭകൾ, ഇപ്പോൾ റോമൻ കാത്തലിക് സഭ എന്ന് പറഞ്ഞാൽ അത് ഐക്യസഭയാണോ? അല്ല, അത് ഒറ്റ സഭയാണ്. യാക്കോബറ്റ് ചർച്ച് എന്ന് പറഞ്ഞാൽ അത് ഒറ്റ സഭയാണ്. മാർത്തോമാ സഭ എന്ന് പറഞ്ഞാൽ ഒറ്റ സഭയാണ്. ഓർത്തഡോക്സ് എന്ന് പറഞ്ഞാൽ ഒറ്റ സഭയാണ്. വേറെ സഭകളുമായിട്ട് ചേർന്നല്ല അതുണ്ടായിരിക്കും, അത് ഒറ്റ സഭയാണ്. നമ്മുടെ സഭയോ വിവിധ സഭകൾ ചേർന്നാണ്. അതാണ് ഐക്യസഭ എന്ന് പറയുന്നത് നമ്മുടെ സഭ. അതാണ് നമ്മുടെ സഭകളിൽ മറ്റ് സഭകളുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ ഓർത്തിരിക്കണം, നമ്മുടെ സഭകളുമായിട്ടുള്ള വ്യത്യാസങ്ങൾ. അതുവേണ്ടിയാണ് അത് ഞാൻ പറഞ്ഞത്. ഓക്കെ, സക്രമന്ത് എത്രയുണ്ട്? സക്രമന്ത് 2. ഏതെല്ലാം? സ്നാനവും തിരുവത്താഴ്, വിശുദ്ധ സംസർഗമാണ് 2 സക്രമന്തുകൾ. ഓക്കെ, നിങ്ങൾ ഇന്ന് പള്ളി വരുന്നതിന് മുമ്പ് വേദവസം വായിച്ചിരുന്നു കേൾപ്പിക്കുക. പള്ളി വരുന്നതിന് മുമ്പ് വേദവസം വായിച്ചാൽ ഇന്ന് ഓക്കെ കൈതാതിട്ടു. ചിലപ്പോൾ വൈകുന്നേരം ആരും വായിക്കുന്നത്. ഓക്കെ, നോ പ്രോബ്ലം. എന്ത് ചെയ്തോളൂ? വൈകുന്നേരം വേദവസം വായിച്ചോളൂ. ഓക്കെ, ഇന്ന് പള്ളി വരുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചു വരുന്ന കേൾപ്പിക്കുക. ഓക്കെ, കൈതാതിട്ടു. ഇന്നലെ വൈകുന്നേരം കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുത്തിരുന്ന കേൾപ്പിക്കുക. പക്ഷേ ഇന്നലെ വൈകുന്നേരം ഇവിടെ പള്ളിയിൽ ആരാധനയായിരുന്നു. പോട്ടെ, മിനിഞ്ഞാന്ന് വൈകുന്നേരം കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുത്തിരുന്ന യോഗിക്ക് പ്രാർത്ഥനയ്ക്ക് കൂടിയവർ, വീട്ടിൽ പ്രാർത്ഥന ഉള്ളവരല്ല, പ്രാർത്ഥനയ്ക്ക് കൂടിയവർ. മിനിഞ്ഞാന്ന് വൈകുന്നേരം വീട്ടിലെ പ്രാർത്ഥനയിൽ കുടുംബ പങ്കെടുത്തവർ. ഓക്കെ, നിങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ, എല്ലാവരും ഒന്നും കൂടിയിട്ടില്ല. ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. പിള്ളേരെ കുടുംബ പ്രാർത്ഥനയിൽ കൂടിയില്ല, ഉത്തരവാദിത്വം ആർക്കാണ്? മാതാപിതാക്കന്മാരാണ്, പേരൻസിനാണ്. നിങ്ങൾ അവരെ എന്ത് ചെയ്യണം? നിർബന്ധിച്ച് എന്ത് ചെയ്യണം? പ്രാർത്ഥനയ്ക്ക് കൂടണം. രാവിലെയും വൈകുന്നേരം പ്രാർത്ഥനയ്ക്ക് വരാൻ പറയണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ കാലത്തിന് ശേഷം എന്ത് ചെയ്യത്തില്ല? നിങ്ങളുടെ വീട്ടിൽ എന്ത് കാണത്തില്ല? കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത് കാണത്തില്ല. ഓർത്തോണം, അത് വളരെ വലിയ
വിപത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് കുടുംബ പ്രാർത്ഥന കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണം? ഒരു പ്രായത്തിൽ അവരെ ശക്തമായിട്ട് പഠിപ്പിക്കണം. പിന്നെ അവർ ചിലപ്പോൾ മറന്നു പോകുമായിരിക്കും. പിന്നെ കുറേ കഴിയുമ്പോൾ എന്ത് ചെയ്യും? അവർ ഓർക്കും. അവർ പിന്നെയും എന്ത് ചെയ്യും? അവരുടെ കുടുംബത്തിൽ പ്രാർത്ഥന തിരികെ കൊണ്ടുവരും. അത് നമ്മൾ മറന്നു പോകരുത്. കാരണം വചനം പറയുന്നു, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? നീ നിൻ്റെ ഹൃദയത്തിൽ അതിരിക്കണം. പിന്നെ നിൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, അവരുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ഇവിടെ കൽപ്പനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന നമുക്കൊന്നുകൂടെ നോക്കാം. മുമ്പ് മനപ്പാഠം പറഞ്ഞ വാക്യം ഏതാണ്? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14:15. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളൂ. അല്ലേ? കൽപ്പന കാക്കണം എന്ത് ചെയ്യണം? കൽപ്പന കാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തെ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തെ സ്നേഹിക്കണം എന്ത് ചെയ്യണം? കൽപ്പന കാക്കണം. കൽപ്പന കാക്കണം എന്ത് ചെയ്യണം? ദൈവത്തെ സ്നേഹിക്കണം. അല്ലേ? അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇന്ന് ഉച്ച കഴിഞ്ഞ് ഊണും കഴിഞ്ഞാലും എന്ത് ചെയ്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുള്ളൂ. അല്ലേ? ശ്രദ്ധിച്ച് കേൾക്കണം. ചോദ്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്നത്തെ കാലത്ത് പ്രത്യേകതയാണ് ചോദ്യം മനസ്സിലാക്കി കൃത്യം എന്ത് ചെയ്യണം? ഉത്തരം പറയുക എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെയാണ് മിടുക്കന്മാരും മിടുക്കികളും എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. വാക്യം അതാണ്. ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് എൻ്റെ ചോദ്യം. അപ്പം നിങ്ങൾ പറഞ്ഞു കൽപ്പന പ്രമാണിക്കണം. ഓക്കെ, കൽപ്പന പ്രമാണിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് അടുത്ത ചോദ്യം. അന്നേരം നിങ്ങൾ പറഞ്ഞു ദൈവത്തെ സ്നേഹിക്കണം. അല്ലേ? കൽപ്പന പ്രമാണിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഓക്കെ, നമ്മുടെ ഇമ്മാനുവൽ അച്ഛൻ്റെ മോൻ വണ്ടി ഓടിക്കും. അല്ലേ? വണ്ടി ഓടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഡ്രൈവിംഗ് പഠിക്കണം. വണ്ടി ഓടിക്കണേ എന്ത് ചെയ്യണം? ഡ്രൈവിംഗ് പഠിക്കണം. അല്ലേ? കൽപ്പന പ്രമാണിക്കണേ എന്ത് ചെയ്യണം? കൽപ്പന പഠിക്കണം. ഓക്കെ, കൽപ്പന പ്രമാണിക്കണമെങ്കിൽ പ്രമാണിക്കേണ്ട കൽപ്പന ഏതാന്ന് പഠിക്കണം. അതാണ് കൃത്യം ഉത്തരം. പ്രമാണിക്കേണ്ട കൽപ്പന ഏതാന്ന് പഠിക്കണം. കൽപ്പന ഏതാണെന്ന് അറിയത്തില്ല, എന്ത് ചെയ്യത്തില്ല? കൽപ്പന പ്രമാണിക്കാൻ പറ്റത്തില്ല. അതാണ് കൽപ്പന എന്ത് ചെയ്തിരിക്കുന്നത്? ദൈവം തന്നിരിക്കുന്നത്. എത്ര കൽപ്പന? 10 കൽപ്പന. 10 കൽപ്പന ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ മോശ പറഞ്ഞിരിക്കുന്നത് അത് നിൻ്റെ ഹൃദയത്തിൽ ഇരിക്കണമെന്നാണ്. നിൻ്റെ ഹൃദയത്തിൽ ഇരിക്കണം. കൽപ്പനയിൽ എവിടെ ഇരിക്കണം? ഹൃദയത്തിൽ. ഹൃദയത്തിൽ എന്ന് പറഞ്ഞാൽ എവിടെ ഇരിക്കുന്നത്? ഹൃദയത്തിൽ പറഞ്ഞാൽ ഇവിടെയാണോ? നെഞ്ചിലാണോ? തലയ്ക്കകത്താണോ? മനസ്സിലാണോ? എവിടെയാണോ? അല്ലേ? ഉള്ളിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലേ? അതിനുവേണ്ടിയാ ഹൃദയത്തിൽ ഇരിക്കണമെന്ന് എപ്പോഴും പറയാം. അങ്ങനെ ഒരു പ്രയോഗം പ്രയോഗിക്കും. ഓക്കെ, ഹൃദയത്തിൽ ഇരിക്കണം. അപ്പം ഇവിടെ പറഞ്ഞ മറ്റു വേദഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ പറയുന്നത്, പ്രത്യേകിച്ച് എസെക്കിയേൽ പ്രവചനം വായിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, കൽപ്പനകൾ ഹൃദയത്തിൽ എഴുതും എന്ന് പറഞ്ഞു. ഈ കൽപ്പന ആദ്യം എവിടെ എഴുതി കൊടുത്തേ? കല്ലിൽ. മോശമാതം ലഭിച്ച ഈ കൽപ്പന ദൈവം കല്ലിൽ എഴുതി കൊടുത്തു. കല്ലിൽ എഴുതി കൊടുത്ത കൽപ്പന ദൈവം പറഞ്ഞു, എസെക്കിയേൽ പ്രവാചകനോട് പറഞ്ഞു, ആ കൽപ്പന എല്ലാം കൂടെ എന്ത് ചെയ്യും? നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതും. കല്ലിൽ എഴുതിയ കൽപ്പന ഹൃദയത്തിൽ എഴുതും. എന്നിട്ട് പറഞ്ഞാണ് ഇത് ഉള്ളിൽ ഇരിക്കണമെന്നൊക്കെ പറഞ്ഞെങ്കിലും അത് എന്ത് ചെയ്യുക? സാധാരണ പറഞ്ഞ പോലെ അത് വർക്കൗട്ട് ആകുന്നില്ല. എന്ത് ചെയ്യുന്നില്ല? പ്രവൃത്തിപഥത്തിൽ വരുന്നില്ല. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം എന്തായിപ്പോയി? ആ കല്ലുപോലെ തന്നെ ആയിപ്പോയി. നിങ്ങളുടെ ഹൃദയം എങ്ങനെ ഇരിക്കുന്നത്? കല്ലുപോലെ ആയിരിക്കും. അതുകൊണ്ട് ഈ കല്ലുപോലുള്ള ഹൃദയം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കല്ലുപോലുള്ള ഹൃദയം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്കറിയാം, കോവിഡ് വന്ന സമയത്ത് മനുഷ്യന്മാർക്ക് പറ്റിയ ഏറ്റവും വലിയൊരു കുഴപ്പമാണ് അത് നമ്മുടെ ഈ ശ്വാസകോശമൊക്കെ എന്ത് ചെയ്യുക? അത് ചുരുങ്ങാനും വികസിക്കാനും പറ്റാതിരിക്കുക, കല്ലുപോലെ ആയി പോവുക. അതിനകത്ത് ശ്വാസകോശത്തിൻ്റെ അറകളിൽ വെള്ളം നിറയുന്നതാണ് കാരണം. ചുരുങ്ങാൻ പറ്റത്തില്ല, വികസിക്കാനും പറ്റത്തില്ല. അപ്പോൾ എന്ത് ശ്വാസം എടുക്കാൻ പറ്റത്തില്ല. അല്ലേ? ശ്വാസം വെള്ളത്തോടെ എന്തിനാ ടക്ക്. അപ്പോൾ അതൊരു വലിയൊരു അവസ്ഥയാണ്. വികസിക്കാൻ പറ്റത്തില്ല, ചുരുങ്ങാൻ അതിൻ്റെ എലാസ്റ്റികത എന്ത് ചെയ്ത് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ. ഹൃദയം എങ്ങനെയായിപ്പോയെന്ന് പറഞ്ഞ് കല്ലുപോലെയായി. അപ്പം പ്രവാചകൻ പറഞ്ഞു, ആ കല്ലുപോലുള്ള ഹൃദയമെല്ലാം എന്ത് ചെയ്യും? മാറ്റും. മാംസളമായ ഹൃദയത്തെ, ഫ്ലെക്സിബിളായിട്ടുള്ള ഹൃദയം തരും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ കൽപ്പനയെല്ലാം കൂടെ ആ ഹൃദയത്തിൽ അങ്ങ് എഴുതും. ഹൃദയത്തിൽ എഴുതിയിട്ട് എന്ത് ചെയ്യും? അതും നിങ്ങൾക്ക് അത്ര പറ്റുമെന്ന് തോന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ ആത്മാവിനെ നിങ്ങളുടെ മേൽ പകരും. എന്നിട്ട് ഈ കൽപ്പന അനുസരിച്ച് നടക്കുമാറാക്കും. മനസ്സിലായല്ലോ? നിങ്ങൾ ഈ കൽപ്പന പഠിച്ചിപ്പം നിങ്ങളുടെ കൽപ്പനയെല്ലാം എവിടെയുണ്ട്? നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങളുടെ ഉള്ളിലുണ്ട്. അല്ലേ? ആ കൽപ്പനകളെല്ലാം എന്ത് ചെയ്യണം? അതാത് സമയത്ത് ഓർമ്മ വരണം. എന്നാലേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അത് നമുക്ക് പ്രയോഗിക്കാൻ പറ്റത്തുള്ളൂ. അല്ലേ? നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പം അറിയാമല്ലേ, ചില സമയത്ത് എന്ത് ചെയ്തു? ബമ്പൊക്കെ എന്ത് ചെയ്യും?
ബമ്പ് ചാടിക്കഴിയുമ്പോൾ അയ്യോ ബമ്പായിരുന്നു എന്ന് അറിയുന്നല്ലേ. അവിടെ ലൈനൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതെന്ത് ചെയ്തില്ല, ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, വണ്ടി എടുത്ത് ആടുമ്പോഴായിരിക്കും അറിയുന്നല്ലേ. സൈൻ കണ്ടു, അത് പയ്യെ പോകണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ എന്ത് ചെയ്തില്ല, അപകടം പോലെ പറ്റിപ്പോയി അല്ലേ. റെഡ് ലൈറ്റിലേക്ക് എന്ത് ചെയ്യണം, വണ്ടി നിർത്തണമെന്നാണ് അർത്ഥം. പക്ഷേ നിർത്താതെ പോയാൽ അപകടമാണ് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഈ കൽപ്പനകളെല്ലാം നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുമ്പോൾ തക്ക സമയത്ത് എന്ത് ചെയ്യണം, അത് ഓർമ്മ വരണം. ഉദാഹരണം പറയാം, നമ്മൾ മൊബൈലൊക്കെ ഉള്ളവർ, ഈ മൊബൈലുള്ളവർ, സ്വന്തമായിട്ട് മൊബൈലുള്ളവർ, ഓക്കെ, 2-3 പേർക്കുണ്ട്. ഓക്കെ, മൊബൈൽ നമുക്ക് ആവശ്യമുണ്ട്, അതിന് പൈസ കൊടുക്കണം, മിഠായി മേടിക്കാൻ പൈസ വേണം, കൂട്ടുകാർ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പൈസ വേണം, എല്ലാത്തിനും പൈസ ഈ കാലത്ത് വേണം അല്ലേ. അപ്പം ആരാ നമുക്ക് സ്വന്തമായിട്ട് വലിയ പൈസ ഉണ്ടോ? ഇല്ല. പിന്നെ ആരാ തരുന്നത്? പപ്പായും മമ്മിക്കാണെങ്കിൽ ഡാഡിയും മമ്മിക്കാണ് നമുക്ക് തരുന്നത് അല്ലേ. അല്ല വല്ലപ്പനും വല്ലമ്മച്ചൊക്കെ ആയിരിക്കും തരുന്നത്. എപ്പോഴും അവരോട് ചോദിക്കാൻ പറ്റുമോ? ചോദിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പൈസയ്ക്ക് അങ്ങനെ ബുദ്ധിമുട്ടിയിരിക്കുമ്പോഴാണ് വീട്ടിൽ ചെന്നപ്പോൾ ഇരിക്കുന്നു, പപ്പാടെ ഷർട്ടിങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു, പൈസ അതിൻ്റെ അത് കിടക്കുന്നത് അല്ലേ. നമ്മൾ നോക്കി അപ്പുറം ഇപ്പുറം നോക്കി, ആരും കാണുന്നില്ല. ചെന്നു, കൈയിട്ടു, ഒരു 100 രൂപ എന്ത് ചെയ്തു, ഇങ്ങനെ പൊക്കി എടുക്കും. അന്നേരം ഓർത്തത് എന്ത്? സ്ത്രീണം കഴിഞ്ഞ് പോയി പിള്ളേരെ നോക്കി. അന്നേരം ഓർത്തത് എന്ത്? മോഷ്ടിക്കരുത് കൽപ്പന മോഷ്ടിക്കരുത് വന്നു. അന്നേരം എന്ത് ചെയ്തു? താത്തിയിട്ടു, ആരെങ്കിലും കണ്ടോന്ന് ചോദിച്ചു കിടക്കും. കൽപ്പന വർക്കൗട്ട് ചെയ്ത് അങ്ങനെയാണ്. കൽപ്പന എവിടെ ഇരിക്കുകയാണ്? നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതെന്ത് ചെയ്യും, ആ ഒരു സാഹചര്യം വരുമ്പം വരികയാണ്. ഓക്കെ, സ്ത്രീനെ കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പം മമ്മി പറയാണ്, എടി ആ തീയൊന്നു സ്റ്റൗ ഒന്ന് നോക്കണേ. എനിക്കിപ്പം നേരമില്ലെന്ന് പറയാനാണ് വന്നത്. അന്നേരം ഓർത്തത് എന്ത്? കൽപ്പന. അപ്പനമ്മ എന്ത് ചെയ്യണം? അപ്പനമ്മ ബഹുമാനിക്കണം. ഉടനെ പോകാൻ മമ്മി എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും, നമ്മൾ പോകുന്നത്. ഓക്കെ, കൽപ്പന വർക്കൗട്ട് ചെയ്യുന്ന അങ്ങനെയാണ്. ഓരോ കൽപ്പനകളും അങ്ങനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മളത് മനസ്സിലാക്കണം. എല്ലാ കൽപ്പനയും ഒരിക്കൽ ഒരുമിച്ച് എന്ത് ചെയ്യുന്നില്ല, ലംഘിക്കുന്നില്ല. അപ്പോൾ അതും അതിനോടനുബന്ധിച്ചുള്ള കൽപ്പനകൾ എന്ത് ചെയ്യാം, നമ്മൾ ദൈവത്തിന് ഇഷ്ടമില്ലാതെ വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, ഈ കൽപ്പന ഓർമ്മ വരും. ആ ഓർമ്മപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. ആരാണ്? പരിശുദ്ധാത്മാവാണ് ആ ഓർമ്മപ്പെടുത്തുന്നത്. അതിനുള്ള ശക്തി ആര് തരും? പരിശുദ്ധാത്മാവ് തരും എന്ന് വേദപുസ്തകം അസന്നിഗ്ധമായിട്ട് പറയുന്നു. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമ്മളിവിടെ നിങ്ങളുടെ തലമേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു? ദൈവം പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിങ്ങളുടെ മേൽ പകർന്ന് നിങ്ങൾ പഠിച്ച, നിങ്ങളെടുത്ത പ്രതിജ്ഞകളെല്ലാം നിങ്ങളുടെ ആയുസ്സിൽ, നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുവാൻ നിങ്ങളെ പ്രാപ്തിപ്പെടുത്തും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഓക്കെ, അത് നിങ്ങൾ ഏറ്റെടുത്ത പ്രതിജ്ഞകളെല്ലാം അല്ലേ, അവരുടെ പ്രതിജ്ഞകൾ പറഞ്ഞിട്ടുണ്ട്. അവരെന്ത് ചെയ്യത്തില്ല, നിങ്ങളുടെ മുമ്പാകെ നിങ്ങൾ വഴിതെറ്റിപ്പോകാൻ പറ്റുന്ന യാതൊരു കാര്യം ചെയ്യത്തില്ലെന്നും പറഞ്ഞാണ് 14 വർഷം മുമ്പ് പോയത് അല്ലേ. നമ്മൾ ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ അവർ നിങ്ങളുടെ കാങ്ങ എന്ത് ചെയ്യത്തില്ല, വലിക്കത്തില്ല, പിന്നെ നാക്കിൻ്റെ അടിയിലോ ചുണ്ടിൻ്റെ അടിയിലോ ഒന്നും വെക്കത്തില്ല, പിന്നെ ഇഞ്ചക്ഷൻ ചെയ്യത്തില്ല, പിന്നെ ചീത്തവാക്കുകളൊന്നും പറയത്തില്ല. അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവരെന്ത് ചെയ്ത് പോയത്. വഴക്കുണ്ടാക്കത്തില്ല, പപ്പയും പങ്കെടുത്തില്ല, നിങ്ങളുടെ കാങ്കെ വഴക്കുണ്ടാക്കത്തില്ല, ഒരു കാര്യം നിങ്ങൾക്ക് അനുകരിക്കാൻ കൊള്ളാത്ത യാതൊരു സംഗതികളും ചെയ്യത്തില്ലെന്ന് പറഞ്ഞത്. നിങ്ങൾ അങ്ങനെ വല്ലതും കണ്ടിട്ടുണ്ടോ? ഇവർ ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ഓക്കെ, ഇന്ന് നിങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല, ചുരുക്കം പറഞ്ഞാൽ ദൈവത്തിന് ഇഷ്ടമില്ലാതെ, എൻ്റെ കർത്താവിന് ഇഷ്ടമില്ലാത്ത യാതൊരു സംഗതികളും ഞാൻ എന്ത് ചെയ്യത്തില്ല എന്ന് ഏറ്റെടുത്ത് പ്രതിജ്ഞ ചെയ്ത് പോവുകയാണ്. എല്ലാ വിശുദ്ധ ദിവസങ്ങളും ദേവാലയത്തിൽ വരും എന്ന് പറഞ്ഞ് പ്രതിജ്ഞ എടുത്തുകൊണ്ട് പോവുകയാണ്. എല്ലാ ദിവസങ്ങളിലും ദൈവത്തിൻ്റെ വചനം വായിക്കും എന്ന് പറഞ്ഞ് പ്രതിജ്ഞ എടുത്തുകൊണ്ട് പോവുകയാണ്. എല്ലാ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞ് പ്രതിജ്ഞ എടുത്തുകൊണ്ട് പോവുകയാണ്. സഹ ക്രിസ്ത്യാനികളുമായിട്ട് വളരെ നല്ലൊരു സ്നേഹബന്ധം സൂക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അതെല്ലാം ചെയ്യുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, ശക്തിയിരിക്കട്ടെ. വാക്യം ഒന്നുകൂടെ ഞാനൊന്ന് പറയട്ടെ. വാക്യം നിങ്ങളെന്ന് പറഞ്ഞ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-15 വാക്യം. ഏതാ? നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളാം. 2 ബെഞ്ചുകാരുണ്ടല്ലോ, നിങ്ങളൊന്ന് പറഞ്ഞേ, ഫ്രണ്ടിലെ ബെഞ്ചുകാരെന്ന് പറഞ്ഞ് വാക്യം കാണാതെ പറഞ്ഞ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ, ഇപ്പം ഞാനാണ് ചൊല്ലുന്നത്, ഞങ്ങളാണ് ചൊല്ലുന്നത്. ഞാൻ ചൊല്ലിത്തരാം, നിങ്ങൾ എൻ്റെ പിന്നാലെ ചൊല്ലണേ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 14-15. ഓക്കെ, താഴത്തെ ബെഞ്ചുകാരെന്ന് പറഞ്ഞേ. നിങ്ങൾ ഉറക്കെ പറഞ്ഞേ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ഓക്കെ,
പെൺകുട്ടികൾക്ക് ശബ്ദമുണ്ട്, ആൺകുട്ടികൾക്ക് എന്തില്ല, ശബ്ദം ഇല്ല കേട്ടോ. ഇച്ചിരി ഉറക്കെ എന്ത് ചെയ്യണം, ചൊല്ലി പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ ചേർന്ന് ചൊല്ലിക്കുക. രണ്ട് ബെഞ്ചുകാരും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. പറഞ്ഞേ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനം മോത്തും കലാവസാനം കൂടാതെ മാറാകട്ടെ. കസേര അങ്ങോട്ട് എടുത്തോണ്ടേ.